ഈ മെഗാലിറ്റ്സ് പറഞ്ഞോ, സൗത്ത് ഇന്ത്യയിൽ സ്റ്റോൺ ഏജിന് ശേഷം ഉണ്ടാകുന്ന അടുത്ത പീരീഡിന്റെ പേരാണ് മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് കൾച്ചർ, മെഗാലിത്തിക് പീരീഡ് എന്നൊക്കെ പറയും. പിന്നെ മെഗാലിത്തിക് എന്ന് വിളിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംസ്കാരം, ഈ ഒരു ജീവിത രീതി ഫോളോ ചെയ്ത ആളുകൾ ഇതേപോലത്തെ സാധനങ്ങൾ പണിതിരുന്നു. ഇത് കാണുമ്പോ എന്താ തോന്നുന്നത് നിങ്ങക്ക്? ഇത് എന്തിനു വേണ്ടിയിട്ട് പണിതതായിട്ടാ തോന്നുന്നത് കണ്ടിട്ട്? താമസിക്കാനുള്ള സ്ഥലങ്ങളായിട്ട് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുമോ? പറ്റില്ലേ? അത് ശവകുടീരങ്ങളായിട്ട് പണിതേക്കുന്നതാണ്. അതായത് ഈ മെഗാലിത്തിക് പീരീഡില്, മെഗാലിത്തിക് കൾച്ചറിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാളെ കുഴിച്ചിടുന്നു. അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഡെയിലി യൂട്ടൻസിൽസും അയാൾ യൂസ് ചെയ്യാറുള്ള വസ്തുക്കളും കുഴിച്ചിടും. എന്നിട്ട് അതിന്റെ മേലേല് ഇതേപോലെ സ്റ്റോൺ സ്ലാബ്സ് എറക്ട് ചെയ്യും. ഇങ്ങനെയുള്ള സംസ്കാരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാലിത്തിക് കൾച്ചർ. ഇപ്പൊ ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലത്തെ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന സൗത്ത് ഇന്ത്യയിലാണ് ഇതേപോലെ ഇങ്ങനെ സ്റ്റോൺ സ്ലാബ്സ് ഇങ്ങനെ എറക്ട് ചെയ്തിട്ട് അടിയിൽ അതിന്റെ ഒരു ഡെഡ് ബോഡി കൂടി ഉണ്ടാവും. ഡെയിലി യൂട്ടൻസിൽസ് എല്ലാം ഇയാളുടെ കൂട്ടത്തിൽ കുഴിച്ചിടുന്നുണ്ടാവും. കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മെഗാലിത്തിക് കൾച്ചർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രിലിംസിന്റെ ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേരെന്താണ്? മങ്ങാട് എന്ന് പറയുന്ന സ്ഥലം. MANGAADU കേട്ടിട്ടുണ്ടോ? നിന്റെ അടുത്ത നിന്റെ സ്ഥലം അതാണോ? നീ കൊല്ലംകാരിയാണോ? കൊല്ലത്താണ് ഈ സ്ഥലം ഉള്ളത്. എനിക്ക് ആക്ച്വലി പ്രിലിംസിന് ചോദ്യം വന്നപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഈ മങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ മെഗാലിത്തിക് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്, കൊല്ലം ജില്ലയിൽ. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോദ്യം വന്നിരുന്നു. മങ്ങാട് ഹൈഫൻ കൊല്ലം ഹൈഫൻ മെഗാലിത്തിക് കൾച്ചർ, ഈ പേര് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ മെഗാലിത്തിക് കൾച്ചർ ഉണ്ടാകാന്ന് നമുക്ക് ചിന്തിക്കാം. മങ്ങാട് എന്ന് പറയുന്ന സ്ഥലം കേൾക്കുമ്പോൾ മലയാളം പേര് പോലെ ഉണ്ട്. അപ്പൊ ഏറെക്കുറെ ശരിയായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ മെഗാലിത്തിക് കൾച്ചേഴ്സും പഠിച്ചു പോലും നടക്കുന്ന കാര്യമല്ലല്ലോ. എന്തായാലും ലോകത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാളെ കുഴിച്ചിട്ടിട്ട് അയാളുടെ ഡെഡ് ബോഡിയുടെ മേലയില് എന്ത് ചെയ്യും? ഇതേപോലെ സ്റ്റോൺ സ്ലാബ്സ് കെട്ടിവെക്കും. ഈ സ്റ്റോൺ സ്ലാബ്സിന് പല രൂപങ്ങൾ ഉണ്ടാകട്ടോ. ഇത് കാണുന്നത് പോലെയല്ല, പല രൂപത്തിലുണ്ട്. ഇപ്പം ഒരു സിംഗിൾ സ്റ്റോണിന്റെ സ്ലാബ് ഇങ്ങനെ പൊക്കി വെക്കുന്ന ടൈപ്പ് ഉണ്ട്. പല പേരുണ്ട്, തൊപ്പിക്കല്ല്, കുടക്കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിലാണ് ഇത് അറിയപ്പെടാറുള്ളത്. പൊതുവെ തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതാണ് അവരുടെ ജീവിക്കുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അവർ റിസൈഡ് ചെയ്യും. ഇതാണ് അവരുടെ റെസിഡൻസ് പ്ലേസ്, താമസിക്കുന്ന സ്ഥലം. ഇവിടെയാണ് അവര് ഈ സ്റ്റോൺ സ്ലാബ്സ് എറക്ട് ചെയ്യുന്ന ആ ഒരു സെമിത്തേരി പോലത്തെ സ്ഥലം. അപ്പൊ വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന ആളുകളും മരിച്ച ആളുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അവർ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സെമിത്തേരി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് അന്ന് മുതലേ ഉണ്ട്. അപ്പൊ ജീവിക്കുമ്പം അവരൊരു പെർട്ടിക്കുലർ ഏരിയയിൽ വീടൊക്കെ വെച്ച് വില്ലേജ് ആയിട്ട് താമസിക്കും. അതിന്റെ അടുത്തായിട്ടുള്ള ഒരു പ്രദേശം ഇതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് സ്റ്റോൺ സ്ലാബ്സ് എറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും ഒരേ കുഴിയിൽ തന്നെയായിരിക്കും അവരിടുക. അതായത് ഒരു മെഗാലത്തിന്റെ അടിയിൽ ചിലപ്പം ഒന്നിൽ കൂടുതൽ ഡെഡ് ബോഡീസ് കാണാം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? എന്തുകൊണ്ട് ഇവർ കുഴിച്ചിടുമ്പം ഇവരുടെ യൂട്ടൻസിൽസും കൂടി കുഴിച്ചിടുന്നേ? ഡെയിലി യൂട്ടൻസിൽസും കൂടി അവർക്കൊരു ആഫ്റ്റർ ലൈഫിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു സ്ഥലത്ത് തന്നെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും കുഴിച്ചിടുന്നത്? ഒരുമിച്ച് ജീവിക്കാനാണ്. ഇവിടെ ജീവിച്ചത് പോരാണ്ട് ഇനി പുനർജന്മത്തിലും ഈ ഊളന്മാരെല്ലാം കൂടെ ഉണ്ടാകും എന്ന് ഓർത്തു നോക്കി. അങ്ങനെയുള്ളൊരു സംസ്കാരം. നിങ്ങൾ പോയിട്ടുണ്ടോ? മെഗാലത്ത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കണ്ടിട്ടേ ഇല്ല. മൂന്നാറ് പോയിട്ടുണ്ടോ? കാന്തല്ലൂര് പോയിട്ടുണ്ടോ? മൂന്നാറിന്ന് കുറച്ചും കൂടി പോകുമ്പം. അപ്പൊ എന്തായാലും മറയൂരും പോയിട്ടില്ലേ നീ? ചന്ദനം, ശർക്കര. മറയൂരുണ്ട്. അല്ല, ഞാൻ മറയൂരാണ് ഇത് കണ്ടിട്ടുള്ളത്. സിവിൽ സർവീസ് പഠിച്ചതിന് ശേഷം ബുക്കിലൊക്കെ വായിച്ചിട്ട് വലിയ എന്തോ സംഭവമാണെന്നുള്ള രൂപത്തിൽ പോയതാ. അപ്പൊ കൂട്ടത്തിൽ ബിടെക്കിന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ ആയിട്ടാ പോയത്.
അങ്ങനെയല്ല, നമ്മള് മൂന്നാർ പോയതാണ്, കാന്തല്ലൂർ പോയപ്പോ ഇവിടെയും കൂടി പോയിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളില് ഇതൊക്കെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണല്ലോ, പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങൾ ഉറങ്ങുന്ന സ്ഥലം, അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനൊരു ബിൽഡപ്പ് ഇട്ടിരുന്നത്. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മല പോലത്തെ ഒരു സ്ഥലം, ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാളെ വെള്ളമൊടിച്ച് അവിടെ എവിടെയോ കിടന്നുറങ്ങുന്നുണ്ട്, ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു മെഗാലിത്തിക് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അതിന്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോഴേക്കും ഒരു കപ്പിൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒറ്റോട്ടം. അതായത് ഒരു കപ്പിൾ പ്ലേസ് ആണ് ഇപ്പൊ അത്. അതായത് ഈ ഓയോ റൂമിനെ പറ്റിയൊന്നും വലിയ ബോധമില്ലാത്ത പാവം പിടിച്ച കോളേജിലുള്ള കപ്പിൾസ് ഒക്കെ ഇല്ലേ, അവര് പേടിച്ചിട്ട് ഇപ്പൊ മറയൂരുള്ള മെഗാലിത്തിക് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് അവരുടെ റൊമാൻസ് ഒക്കെ. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു അസ്ഥി കൂടെ ഉണ്ടെന്നും ഇത് പണ്ട് കുഴിച്ചിട്ടിട്ട സ്ഥലമാണെന്നൊന്നും അറിയാനുള്ള ബോധം ഉണ്ടാവില്ല, മെഗാലിത്തൊന്നും അവര് പഠിക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ എന്റെ യൗവനം വിജൃംഭിച്ചു പോയി അതോടുകൂടിയിട്ട്. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. മെഗാലിത്തിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചതേ ഇതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രിസർവ് ഒക്കെ ചെയ്ത് താജ്മഹലിനെയൊക്കെ പോലെ ക്യൂ ഒക്കെ ആളുകൾ നിന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇതാണ് മെഗാലിത്തിക് സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എത്രയാണ്: ഒന്ന്, സ്റ്റോൺ സ്ലാബ്സ് എറക്റ്റഡ് ഓവർ ദി ഡെഡ് ബോഡി. ഡെഡ് ബോഡി എന്ന് പറയുമ്പോഴേക്കും അടിയിൽ ബോഡി ഉണ്ട്. ആ ബോഡി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാകാം. ഇറ്റ് കുഡ് ബി ഇൻ ദി ഫോം ഓഫ് എ ക്രിമേഷൻ ഓർ ഇറ്റ് കുഡ് ബി ഇൻ ദി ഫോം ഓഫ് എ ബറിയൽ. ബറിയലിന്റെ രൂപത്തിലും ആകാം, ക്രിമേഷന്റെ രൂപത്തിലും ആകാം. ചിലപ്പോൾ ദഹിപ്പിച്ചതിന് ശേഷമായിരിക്കും കുഴിച്ചിടുക, ചിലപ്പം ബറി ചെയ്യായിരിക്കും, കുഴിച്ചിടുമായിരിക്കും. രണ്ട് രൂപത്തിലും ആകാം. പിന്നെ സ്റ്റോൺ സ്ലാബ്സ് എറക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോൺ സ്ലാബ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്ന രണ്ട് ഫീച്ചർ ഉണ്ട്. ഇതല്ല കുറെ ടൈപ്പ് സ്റ്റോൺ സ്ലാബ്സ് ഉണ്ട്. ഇപ്പം ചില സ്റ്റോൺ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ, ഒരൊറ്റ കല്ലായിരിക്കും. ചിലത് ഇങ്ങനെ ഒരു കല്ല്, ഇങ്ങനെ ഒരു കല്ല്, അണ്ട് മേളിൽ ഒരു തൊപ്പി പോലത്തെ ഒരു കല്ലായിരിക്കും, തൊപ്പിക്കല്ലെന്ന് പറയും. ചില കല്ലിന്റെ പേര് കുടക്കല്ലെന്നാ. അതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും, അതിന് തൊപ്പിക്കല്ലെന്നാ വിളിക്കുക. ഇങ്ങനെ കുറെ പേരുണ്ട്, കുടയ്ക്കല്ല്, തൊപ്പിക്കല്ല് എന്നൊക്കെ പറയുന്ന പലതരം കല്ലുകളുണ്ട്. അപ്പം ഇതിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസസ് ഉണ്ട് കേട്ടോ, വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എഴുതേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മെഗാലിത്തിക് കൾച്ചറും മെഗാലിത്തിക് സ്ട്രക്ചേഴ്സും കുഡ് ബി ഫൗണ്ട് ത്രൂ ഔട്ട് ദി വേൾഡ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലത്തും കാണാം. ഈ 90s കിഡ്സിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വിൻഡോസ്. ഞങ്ങളുടെ കുഞ്ഞായിരുന്ന സമയത്ത് വിൻഡോസിന്റെ XP ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. നിങ്ങളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? നീയൊക്കെ XP കാലഘട്ടമാണോ? ഇല്ലല്ലോ, നിങ്ങളിപ്പോ വിൻഡോസ് 10 ഒക്കെ ആയിട്ടുണ്ടാവൂലേ? ഇല്ല. അപ്പൊ ആ സമയത്ത് ഒരു ഡെസ്ക്ടോപ്പിന്റെ ഒരു കവർ ഉണ്ടായിരുന്നു, ഒരു മെഡോ, ഗ്രീൻ മെഡോ. അതിലിങ്ങനെ കുറച്ച് കറുത്ത കല്ലുകൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ഞാനത് വേറെ എന്തോണെന്ന് വിചാരിച്ചത്, പക്ഷെ അത് ആക്ച്വലി ഒരു മെഗാലിത്തിക് സ്ട്രക്ചറാണ്. ആ മെഗാലിത്തിക് സ്ട്രക്ചർ പല രൂപത്തിലാകാം. അതും ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓസ്ട്രേലിയയിലുണ്ട്, ലാറ്റിൻ അമേരിക്കയിലുണ്ട്, ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ദി മെഗാലിത്തിക് കൾച്ചർ ഈസ് കൺഫൈൻഡ് ടു സൗത്ത് ഇന്ത്യ ഒൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. നമ്മൾ പൊതുവെ വിചാരിക്കാറുള്ളത് മെഗാലിത്തിക് കൾച്ചർ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്, ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ നമ്മൾ മെഗാലിത്തിക് കൾച്ചർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് സൗത്ത് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പിന്നെ പൊതുവെ അവര് റെസിഡൻഷ്യൽ പ്ലേസസിനെയും ഈ പറയുന്ന ഈ ബറിയൽ പ്ലേസസിനെയും ഡിമാർക്കേറ്റ് ചെയ്യാറുണ്ട്. ദേ യൂസ് ടു ഡിമാർക്കേറ്റ് ദി റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ദി മെഗാലിത്തിക് ഏരിയ. മെഗാലിത്തിക് ഏരിയ ഒരു സ്ഥലത്തും ഈ പറയുന്ന മെഗാലിത്തുകൾ പണിയുന്നത് വേറൊരു സ്ഥലത്തുമാണ്. ദേ ബിലീവ്ഡ് ഇൻ ആഫ്റ്റർ ലൈഫ്. ആഫ്റ്റർ ലൈഫിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരാളെ കുഴിച്ചിടുന്ന സമയത്ത് അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഡെയിലി യൂട്ടൻസിൽസും കുഴിച്ചിടുക. അപ്പം ആഫ്റ്റർ ലൈഫിൽ വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അടുത്തൊരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയില് അയൺ ടെക്നോളജി തുടങ്ങുന്നത് ഈ സമയത്താണ്. കാര്യം കുഴിച്ചെടുത്ത സമയത്ത് അയൺ യൂട്ടൻസിൽസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് അയൺ യൂട്ടൻസിൽസ് കിട്ടുന്നില്ല. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അയൺ എപ്പോഴാണ് തുടങ്ങുന്നത്? ആദ്യം സ്റ്റോൺ ഏജ്, ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിൽ അയൺ ടെക്നോളജി ഉണ്ടോ? ഇല്ല. ഋഗ്വേദിക് പീരീഡിൽ അയൺ ടെക്നോളജി ഇല്ല, ചാൽക്കോലിത്തിക് ആണ്. ലേറ്റർ വേദിക് പീരീഡ് മുതലാണ് അയൺ കണ്ടെത്തി തുടങ്ങുന്നത് ധാരാളമായിട്ട്. പോസ്റ്റ് വേദിക് പീരീഡിലാണ് അയൺ വൈഡ് സ്പ്രെഡ് ആകുന്നത്. ഇവിടെ സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് മെഗാലിത്തിക് പീരീഡിലാണ് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ അയൺ ടെക്നോളജി തുടങ്ങുന്നത്. പക്ഷെ സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് പീരീഡും
നോർത്ത് ഇന്ത്യയിലുള്ള പോസ്റ്റ് വേദിക് പീരീഡും ഏറെക്കുറെ ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ അയൺ ടെക്നോളജി രണ്ട് സ്ഥലത്ത് സ്പ്രെഡ് ആകുന്നത് ഏറെക്കുറെ ഒരേ സമയത്താണ്. കാരണം സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റോറേജ് കുറെ നാൾ നീണ്ടു നിൽക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ 2500 BC ഹാരപ്പൻ കൾച്ചർ വന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ അപ്പോഴും എന്താണ് സ്റ്റോണേജ് പീരീഡാണ്. അതുകൊണ്ടാണല്ലോ ഹാരപ്പൻ കൾച്ചറിന്റെ ആളുകൾ നിയോളിത്തിക് ആളുകളായിട്ടുള്ള കർണാടകയിൽ നിന്ന് കോളാർ ഗോൾഡ് ഒക്കെ വാങ്ങിക്കൊണ്ടുപോയത്. അപ്പം ഇവിടെ അപ്പോഴും സ്റ്റോണേജ് ആണ്. സ്റ്റോണേജിന് ശേഷം നമ്മുടെ ഇവിടെ മെഗാലിത്തിക്കിലോട്ട് മാറുമ്പം നോർത്ത് ഇന്ത്യയിൽ എന്തായി പോസ്റ്റ് വേദിക് പീരീഡ് ആയി ഏറെക്കുറെ. അയൺ ടെക്നോളജി ഈ സമയത്താണ് തുടങ്ങുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ സ്റ്റേജ്, സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനിലുള്ള മൂന്നാമത്തെ സ്റ്റേജ്. അപ്പൊ ആദ്യം സ്റ്റോണേജ്, പിന്നെ മെഗാലിത്തിക് പീരീഡ്, പിന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ. YAD എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് ഭയങ്കര ചുമയാണല്ലോ, ചുമ സീസൺ ആയപ്പം അവിടെ മണപ്പുറത്തെ ക്ലാസ്സിലും ഭയങ്കര ചുമയായിരുന്നു കുട്ടികൾക്ക്. അത് കണ്ടിന്യൂസ്ലി ചുമക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എത്രയായി തുടങ്ങിയിട്ട്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അയ്യോ കുറെ ദിവസമല്ലോ ഇത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഭരണവർഗം ഉണ്ടായി. അപ്പം ഒരു റൂളർ ഉണ്ടാവും. ആ റൂളറിന്റെ കീഴിൽ കംപ്ലീറ്റ്ലി ഒതുങ്ങി നിൽക്കുന്ന റൂൾഡ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ റൂളറും റൂൾഡും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, റൂളറിന്റെ കയ്യിൽ കുറെ പ്രിവിലേജസ് ഉണ്ടാവും. ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടാവും, അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ നടന്നു എന്ന് പറയുന്നത്. ഭരിച്ചാൽ മാത്രം പോരാ, ഈ ഭരിക്കുന്ന ആളുകളുടെ മേല് വ്യക്തമായിട്ടുള്ള കൺട്രോൾ കൂടി വേണം കേട്ടോ. ഒരു അതോറിറ്റി വേണം, ഒരു സെൻട്രലൈസ്ഡ് റൂളിംഗ് അതോറിറ്റിയും കൂടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് പറയുക, ആ സ്റ്റേറ്റ് ഫോർമേഷൻ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സമയത്ത്, അതായത് സ്റ്റോറേജ് കഴിയുന്നു, മെഗാലിത്തിക് പീരീഡ് കഴിയുന്നു, പിന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നത്? നമ്മള് നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത സമയത്ത് ഞാൻ സ്റ്റേറ്റ് ഫോർമേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഏർലി വേദിക്കിൽ നിന്ന് ലേറ്റർ വേദിക്കിലോട്ട് മാറുമ്പം ആ ഋഗ്വേദിക് രാജന് എന്തുകൊണ്ടാണ് അധികാരം കൂടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ശരിക്കും ഇത് മറന്നുപോവാ? അങ്ങനെയല്ല, ഞാനിപ്പോ ഇത് കുറെ ആയല്ലോ ക്ലാസ് എടുക്കുന്നത്. എടുത്തെടുത്ത് എനിക്കിത് കാണാതെ അല്ല, ഇത് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്കിത് ഈ നറേറ്റീവ് വിട്ടുപോകും, മറന്നുപോകും. അല്ല, ഞാനൊരു ഫീഡ്ബാക്കിന് വേണ്ടി ചോദിച്ചതാ. മറന്നുപോകില്ലേ? എന്നാ പറയണ. എന്തുകൊണ്ട് സ്റ്റാൻഡിങ് ആർമി ഉണ്ടാവുന്നു? അയൺ കണ്ടെത്തുന്നത് കൊണ്ടല്ലേ. അതായത് ഋഗ്വേദിക് ഏജിൽ നിന്ന് ലേറ്റർ വേദിക് ഏജിലോട്ട് മാറുന്നതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിറ്റർമൈനിങ് ഫാക്ടർ അയൺ ആണ്. ഈ അയൺ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടെത്തിയത് വെച്ചിട്ടാണ് എല്ലാ മാറ്റങ്ങളും വരുന്നത്. അയൺ കൊണ്ട് ഋഗ്വേദിക് രാജൻ അയണിനെ മോണോപ്പൊളൈസ് ചെയ്ത് വെപ്പൺസ് ഉണ്ടാക്കി, ആ വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജനങ്ങളെ സബ്ജുഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ടെക്നോളജി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ അടുത്തോട്ട് മാത്രം പോവുകയും അവര് അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഹയറാർക്കി വരുള്ളൂ. ഭരിക്കുന്ന ആളും ഭരിക്കപ്പെടുന്ന ആളുകളും, അല്ലെങ്കിൽ രണ്ടാളുകളും ഒരേപോലെ നിൽക്കൂലേ. ആ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ വെപ്പൺസ് വേണം. അപ്പൊ അവിടെയും അയൺ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഫോർമേഷൻ എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. മെഗാലിത്തിക് പീരീഡിൽ അയൺ ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു. അവിടെ ഋഗ്വേദിക് പീരീഡിൽ അയണിന്റെ ട്രേസസ് കാണുന്നു, ലേറ്റർ വേദിക് പീരീഡിൽ അയൺ ധാരാളമായിട്ട് കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റർ വേദിക് പീരീഡിൽ എന്തുണ്ടാവുന്നു, സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു. അതെപ്പോഴും ഈ നറേറ്റീവ് വെച്ചാ പഠിക്കണ്ടേ. അങ്ങനെ നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ലോജിക്കൽ നറേറ്റീവിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. പിന്നെ ഫാക്ട്സ് പഠിക്കാനുണ്ട്. നമ്മളിപ്പോ ഓരോ എംപയറിനെ പറ്റി പഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഫാക്ട്സ് ഉണ്ടാവും, അതില്ലാന്നല്ല. പക്ഷെ നമുക്ക് ടോട്ടലി ഒരു കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിയിൽ നിന്ന് നമുക്ക് പലപ്പോഴും പല ഉത്തരങ്ങളും കിട്ടുക. ആക്ച്വലി ഇവര് വളരെ ഫാക്ച്വൽ ആണെന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും നമ്മുടെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ധാരണയിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഇവിടെ ഇങ്ങനെ സംഭവിക്കില്ല, കാര്യം ഇതിന്റെ കാലഘട്ടം ഇന്ന കാലഘട്ടമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അപ്പൊ എന്താണെങ്കിലും സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടായി. 3 സ്റ്റേറ്റുകളാണ് ഫോം ചെയ്യുന്നത്: ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന 3 സ്റ്റേറ്റുകളുടെ പേരാണ് ചേര, ചോള, പാണ്ഡ്യ എന്ന് പറയുന്നത്. ഈ 3 സ്റ്റേറ്റുകളെ പറ്റി പറയാതെ സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററി പോകില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അറൗണ്ട് ഒരു 300 BC ആയപ്പോഴാണ് ചേര, ചോള, പാണ്ഡ്യാസ് ഉണ്ടാകുന്നത്. ഇവർ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1200 AD വരെ ഈ ഡൈനാസ്റ്റിയുടെ കണ്ടിന്യൂറ്റി കാണാം.
അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് 3 രാജ്യങ്ങള് 1500 വർഷങ്ങളോളം നിലനിൽക്കുന്നത് നമുക്ക് പൊതുവെ കാണാൻ പറ്റില്ല. അപ്പൊ 3 രാജ്യങ്ങള് പാണ്ഡ്യാസ്, ചേരാസ്, ചോളാസ്. ഈ ചേരാസിനെ കേരളപുത്ര എന്ന് വിളിക്കാറുണ്ട്. ആ പേരാണ് കേരളമായിട്ട് മാറിയത്. അല്ലാതെ തെങ്ങ് മാത്രമല്ല കേട്ടോ റീസൺ. കേരളപുത്ര എന്നുള്ളൊരു പേരാണ് പിന്നീട് കേരളമായിട്ട് മാറുന്നത്. ഇതിലാകെ ചോളാസിന് മാത്രമാണ് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുള്ളൂ. ഒരു ഗ്യാപ്പിൽ ചോളാസ് ഇല്ല. ചോളാസിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ 2 ചോളാസ് എന്ന് പറയാറുണ്ട്. സംഘം ചോളാസും അതേപോലെ തന്നെ ഇമ്പീരിയൽ ചോളാസും, അല്ലെങ്കിൽ ഏർലി ചോളാസ്, ലേറ്റർ ചോളാസ്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കണ്ടിന്യൂറ്റി ഉണ്ട്. അറൗണ്ട് ഒരു 300 BC തുടങ്ങിയിട്ട് ഒരു 1200 AD വരെ അവർ കണ്ടിന്യൂസ്ലി സൗത്ത് ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ഒരു ലോങ് ട്രഡീഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ കണ്ടതാണോ? പൊന്നിയിൻ സെൽവനില് ചോളാസിനെ പറ്റിയിട്ടാണല്ലോ സിനിമ മെയിൻലി. ആ ചോളാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ചോളാസ് അല്ല കേട്ടോ. അത് 1000 AD ശേഷമുള്ള ചോളാസ് ആണ്. അതായത് 2 ചോളാസ് ഉണ്ടല്ലോ, ലേറ്റർ ചോളാസ് ആണ് അവര്. ചോളാസ് 2 ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പാണ്ഡ്യാസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചേര, ചോള, പാണ്ഡ്യ വരുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ മൗര്യൻ എംപയർ ഫോം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 300 BC എന്ന് പറയുമ്പോഴേക്കും മൗര്യൻ എംപയറിന്റെ ഫോർമേഷൻ കഴിഞ്ഞല്ലോ. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ ചേരാസിനെയും ചോളാസിനെയും പാണ്ഡ്യാസിനെയും പറ്റി പറയുന്നുണ്ട്. മെഗസ്തനസിന്റെ റൈറ്റിംഗ്സിൽ പാണ്ഡ്യാസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അവിടെ ജസ്റ്റ് വന്നുപോയ മെഗസ്തനസിന് പോലും ഇവരെ പറ്റി അറിയാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. മെഗസ്തനസ് പറയുന്നത് ഈ പാണ്ഡ്യൻ കിങ്ഡം ഭരിക്കുന്നത് ഒരു സ്ത്രീയാണെന്നാ പറയുന്നത്, വിമൻ ആണെന്നാ പറയുന്നത്. ഓൾഡ് NCERT ബുക്കിൽ R. S. ശർമ്മ ഇത് എഴുതിയ സമയത്തെ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ദിസ് ഗീവ്സ് എവിഡൻസ് ഫോർ എ മാട്രിയാർക്കൽ നേച്ചർ ഓഫ് പാണ്ഡ്യൻ സൊസൈറ്റി. പാണ്ഡ്യൻ സൊസൈറ്റിക്ക് ഒരു മാട്രിയാർക്കൽ നേച്ചർ ഉണ്ടാകാം എന്നുള്ള രൂപത്തിൽ ഓൾഡ് NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കേസിന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിരുന്നു. വിച്ച് അമംഗ് ദി ഫോളോയിങ് കിങ്ഡംസ് ഹാഡ് മാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഉത്തരം വരുന്നത് പാണ്ഡ്യാസ് ആയിരുന്നു. പക്ഷേ ആ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തു പിന്നീട്. എന്തുകൊണ്ടായിരിക്കും? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക? ഓൾഡ് NCERT ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ, പാണ്ഡ്യൻ സൊസൈറ്റിക്ക് ഒരു മാട്രിയാർക്കൽ ക്യാരക്ടർ ഉണ്ട്. കാര്യം മെഗസ്തനസിന്റെ റൈറ്റിംഗ്സിൽ നിന്ന് ഒരു വിമൻ ഭരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ഭരിക്കുന്നുണ്ട് എന്നുള്ളൊരു എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മാട്രിയാർക്കൽ ആകാമെന്നാണ് ഓൾഡ് NCERT ബുക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വിച്ച് അമംഗ് ദി ഫോളോയിങ് കിങ്ഡംസ് ഹാഡ് മാട്രിയാർക്കി എന്നുള്ള ചോദ്യത്തിൽ പാണ്ഡ്യാസ് ഉത്തരമായിട്ട് ഇനീഷ്യൽ കീയിൽ വന്നതിന് ശേഷം ആ ക്വസ്റ്റ്യനെ ക്യാൻസൽ ചെയ്തത്? എന്തുകൊണ്ടായിരിക്കാം? ഒരു പെർഫെക്റ്റ് മാട്രിയാർക്കി ഇല്ലെന്നേ, ഒരു സ്ഥലത്തും ഇല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള മാട്രിയാർക്കി എന്ന് പറയുമ്പോഴേക്കും സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും അധികാരം വേണം. ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അധികാരം സ്ത്രീകൾക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ സൊസൈറ്റി മാട്രിയാർക്കൽ ആകണമെന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയില് ഇന്ദിരാഗാന്ധി എമർജൻസി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീയാണ്. ഇന്ത്യയുടെ ഒരു സമയത്ത് ഒരുവിധം എല്ലാ റൂളിംഗ് പാർട്ടീസിന്റെയും തലപ്പത്തെ സ്ത്രീകളായിരുന്നു. ജയലളിത, മായാവതി, മമതാ ബാനർജി, സോണിയാഗാന്ധി. അതായത് ഏറ്റവും ടോൾ ആയിട്ടുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം തന്നെയും സ്ത്രീകളായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ UP ഗവൺമെന്റിന്റെ ഒക്കെ സമയത്ത്. അതും പറഞ്ഞിട്ട് ഇന്ത്യ മാട്രിയാർക്കലാണോ? അല്ലല്ലോ. അപ്പം അധികാരം കിട്ടി എന്നുള്ളത് കൊണ്ട് മാട്രിയാർക്കൽ ആകണമെന്നില്ല. മാട്രിയാർക്കൽ ആകണമെന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും സ്ത്രീക്ക് ആണിനേക്കാളും ഉയർന്ന സ്ഥാനം കിട്ടണം. വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്ത്രീകളായിരിക്കണം. കുട്ടികളെ നോക്കുന്ന സമയത്ത് പെൺകുട്ടികൾ വേണമെന്നുള്ള ചിന്ത ഉണ്ടാകണം. വളർത്തുമ്പം പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരെ സ്ട്രോങ് ആക്കി വളർത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അധികാരം അതെല്ലാ തലത്തിലും അധികാരം കിട്ടുന്ന സ്ത്രീകൾക്കായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് എല്ലാ സ്ഥലത്തും സ്ത്രീകളായിരിക്കും. ആണുങ്ങളെക്കാളും മേലെ എപ്പോഴും സ്ത്രീകള് പ്രൊമോഷനൊക്കെ നേടി പോവും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വെച്ചിട്ട് മാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുവിധം എല്ലാ സൊസൈറ്റിയും പാട്രിയാർക്കലാണ്. ഏതോ ട്രൈബൽ സൊസൈറ്റീസിൽ മാത്രമാണ് മാട്രിയാർക്കൽ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഒരു പെർഫെക്റ്റ് മാട്രിയാർക്കൽ സൊസൈറ്റി നമുക്ക് കാണാൻ തന്നെ പറ്റില്ല ഏറെക്കുറെ. അപ്പം മെഗസ്തനസ് ഇങ്ങനെ പറയുന്നുണ്ട് വിമൻ ആണ് ഭരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് മേ ബി പാണ്ഡ്യൻ സൊസൈറ്റി കുഡ് ബി കോൾഡ് as മാട്രിയാർക്കൽ. ഓൾഡ് NCERT ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഫാക്ച്വലി ഒരു ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ.
ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മധുരൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ പാണ്ഡ്യാസ് ഓഫ് മധുരൈ എന്നാണ് ഇവരെ വിളിക്കുന്നത്, പാണ്ഡ്യാസ് ഓഫ് മധുരൈ. ഇനി ഈ പാണ്ഡ്യാസിനെ പറ്റിയിട്ടും ചേരാസിനെ പറ്റിയിട്ടും ചോളാസിനെ പറ്റിയിട്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. ഞാൻ സംഘം ലിറ്ററേച്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതിയേക്കുന്ന ഏറ്റവും ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ ആണ്. സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതിയേക്കുന്ന ഏറ്റവും ആദ്യത്തെ ലിറ്ററേച്ചർ. ഞാൻ അതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സർവൈവിംഗ് ആയിട്ടുള്ള ബുക്ക് ഏതാ? അതായത് ഇന്ത്യയിൽ ഒരു ബുക്ക് എഴുതപ്പെട്ടു, ആ ബുക്ക് ഇന്ന് സർവൈവിംഗ് ആണ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ബുക്ക് ഏതാ? വേദങ്ങളാണ് അല്ലേ? ഹാരപ്പൻസിന്റെ സമയത്ത് ബുക്ക് ഉണ്ടായിരുന്നു? ഇല്ല. സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അവരെവിടേക്കോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒരു ബുക്കായിട്ടൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ആര്യന്മാര് വന്ന സമയത്ത് വേദങ്ങൾ എഴുതി. വേദങ്ങളാണ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു ലിറ്ററേച്ചർ എഴുത്തെന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ ആണ്. വേദങ്ങൾ എഴുതിയേക്കുന്നത് ഏത് ഭാഷയിലാണ്? സാൻസ്ക്രിറ്റിലാണ്. തുടക്കത്തിൽ എഴുതപ്പെടുന്നില്ല, വാമൊഴിയായിട്ട് ഓറൽ ട്രഡീഷൻസ് ആയിട്ട് മുന്നോട്ട് പോയതിനു ശേഷം പിന്നീടാണ് അത് ഒരു ബുക്കിന്റെ രൂപത്തിലാകുന്നത്. പക്ഷെ വേദങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സർവൈവിംഗ് ടെക്സ്റ്റ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സർവൈവിംഗ് ബുക്ക് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ ആണ്. വേദങ്ങൾ എഴുതിയേക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. സംഘം ലിറ്ററേച്ചർ എഴുതിയേക്കുന്നത് ഏത് ബുക്കിലായിരിക്കും? തമിഴിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ലാംഗ്വേജ് ഏതാ? തമിഴാണ്. എന്തുകൊണ്ടാണ് തമിഴ് എന്ന് പറയാൻ കാര്യം സംഘം ലിറ്ററേച്ചർ വേദങ്ങൾ എഴുതിയിട്ട് കുറെ വൈകിയല്ലേ സംഘം ലിറ്ററേച്ചർ എഴുതപ്പെടുന്നത്. പിന്നെ എങ്ങനെയാ തമിഴ് അതിനേക്കാൾ മുന്നേ ഉള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നേ? വേദങ്ങളിൽ തമിഴ് വാക്കുകളുണ്ട്. അപ്പൊ തമിഴ് വാക്കുകൾ ഉള്ള സ്ഥിതിക്ക് തമിഴ് അതിനു മുന്നേ ഉണ്ടല്ലോ. ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് വേദങ്ങൾ എഴുതുന്ന സമയത്ത് സാൻസ്ക്രിറ്റിൽ എഴുതിയപ്പം അതിന്റെ ഉള്ളിൽ തമിഴ് വേർഡ്സ് കയറി വരണമെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്നപ്പോ തന്നെ തമിഴ് ഓൾറെഡി ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടായിരിക്കും. ഇന്ത്യയിലുള്ള ആളുകൾ ചിലപ്പോൾ തമിഴായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക, അതുകൊണ്ടായിരിക്കാം. ഈ തമിഴിനെ അവര് വിളിക്കുന്നത് ലോൺ വേർഡ് എന്നാണ്, കടമെടുത്ത വാക്കെന്നാണ്. വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം തമിഴ് എന്ന് പറയുന്നത് ലോൺ വേർഡ് എന്നാ പറയാ, കടമെടുത്ത വാക്കെന്നാ പറയാ. ഈ വേദങ്ങൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നോർത്ത് ഇന്ത്യയുടെ സംസ്കാരം മൊത്തം ഫോം ചെയ്തേക്കുന്നത് അല്ലെ? വേദങ്ങള് വെച്ചിട്ട് വേദിക് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. സൗത്ത് ഇന്ത്യയിലുള്ളത് സംഘം ലിറ്ററേച്ചർ വെച്ചിട്ട് സംഘം കൾച്ചറാണ്. ആ ബുക്ക് ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിനെ കാണിക്കുമല്ലോ. ആ ബുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഋഗ്വേദിക് കൾച്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഋഗ്വേദയല്ലേ വായിക്കുക. ലേറ്റർ വേദിക് കൾച്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ലേറ്റർ വേദിക് ബുക്സ് വായിക്കും. പിന്നീട് ഇങ്ങോട്ട് വന്നേക്കുന്ന എല്ലാ സാധനങ്ങളും നോർത്ത് ഇന്ത്യയിൽ അത് ഈ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. ഉപനിഷത്ത് ആയിക്കോട്ടെ അത് വേദത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ബുദ്ധിസം ജൈനിസം ആയിക്കോട്ടെ അത് വേദങ്ങൾക്ക് എതിരായിട്ട് എഴുതിയതാണ്. ധർമ്മശാസ്ത്രാസ് ആയിക്കോട്ടെ അത് വേദങ്ങളെ ജീവിതത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നീട് എഴുതിയതാണ്. അർത്ഥശാസ്ത്ര വേദങ്ങളെ ബേസ് ചെയ്തിട്ട് രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളത് എഴുതിയേക്കുന്ന ബുക്കാണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ പിന്നെ നിങ്ങൾ എന്ത് നോക്കിയാലും അതിന്റെ ബേസ് വേദങ്ങളാണ്. ജ്യോതിഷം, ചാതുർവർണ്ണ സിസ്റ്റം എല്ലാം വേദങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടായേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ മൊത്തത്തിൽ ജീവിത രീതിയിൽ നമ്മൾ വേദിക് കൾച്ചർ, ബ്രാഹ്മണിക്കൽ കൾച്ചർ എന്നൊക്കെ പറയാറുണ്ട്. കാര്യം വേദങ്ങളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ്. അതിൽ നിന്നാണ് എല്ലാം രൂപപ്പെട്ടേക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ സംഘം ലിറ്ററേച്ചർ ആണ് ഏറ്റവും ആദ്യമായിട്ട് ഉണ്ടായത്. സംഘം ലിറ്ററേച്ചർ ആണ് ഉണ്ടാകുന്നത്. സംഘം കൾച്ചർ എന്നാണ് നമ്മൾ ആ കൾച്ചറിനെ പറയുക. ഈ രണ്ട് സംസ്കാരം തമ്മിലുള്ള വ്യത്യാസം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാട്ടോ. രണ്ടും രണ്ട് ജീവിത രീതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘം ലിറ്ററേച്ചർ വായിച്ചു നോക്കിയിട്ടാണ് നമ്മൾ പാണ്ഡ്യാസിനെ പറ്റിയിട്ടും ചേരാസിനെ പറ്റിയിട്ടും ചോളാസിനെ പറ്റിയിട്ടൊക്കെ പറയുക.
ഞാൻ വളരെ ലോക്കലായിട്ട് സംസാരിക്കാറ്, പക്ഷെ ഈ ഭാഗമൊക്കെ എടുക്കുമ്പോൾ പിള്ളേർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? സംസ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഒരു ജീവിത രീതിയാണ്. ഇപ്പൊ കേരള സംസ്കാരം എന്ന് പറയുന്ന പോലെ ഒരു സംസ്കാരം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ബുക്കൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം മിക്ക കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഈ സംഘം ലിറ്ററേച്ചറിൽ നിന്നാണേ. ഇപ്പം പാണ്ഡ്യാസിനെ പറ്റിയിട്ടാണെങ്കിലും ചേരാസിനെ പറ്റിയിട്ടാണെങ്കിലും ചോളാസിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് ലിറ്റററി സോഴ്സും ഉണ്ട്, ആർക്കിയോളജിക്കൽ സോഴ്സും ഉണ്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിലെ ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ ആണ്. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല എക്സ്കവേഷൻസ് നടത്തുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാണ്ഡ്യാസ്, ചേരാസ്, ചോളാസ് ഇവരെ പറ്റിയിട്ടും ഈ കാലഘട്ടത്തിന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് സംഘം ലിറ്ററേച്ചറിലൂടെയാണ്. പാണ്ഡ്യാസിനെ പറ്റിയിട്ട് സംഘം ലിറ്ററേച്ചറിൽ മെൻഷൻ ചെയ്യുമല്ലോ. കാര്യം അങ്ങനെയല്ലേ നമുക്ക് അവരെ പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് നോക്കുന്ന സമയത്ത് സംഘം ലിറ്ററേച്ചർ പറയുന്നുണ്ട്. അതല്ലാതെ ആർക്കിയോളജിക്കൽ എവിഡൻസ് നോക്കുന്ന സമയത്ത് പാണ്ഡ്യാസ് റോമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യാസ് മാത്രമല്ല, 3 ആളുകളും റോമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യാസും ചേരാസും ചോളാസും. ഇതാണ് സൗത്ത് ഇന്ത്യ. ഇവിടെയാണ് ചേരാസ്. നമ്മുടെ കേരളത്തിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് പാണ്ഡ്യാസ്. ഇവിടെ ചോളാസ്. ചേര, ചോള, പാണ്ഡ്യ, 3 ഡൈനാസ്റ്റീസ്. ഇതിൽ പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മധുരൈയാണ്. ക്യാപിറ്റൽ മധുരൈയാണ്. ഈ പാണ്ഡ്യാസിന്റെ മേജർ ആയിട്ടുള്ള പോർട്ടിന്റെ പേരാണ് കോർക്കൈ. കോർക്കൈ എന്നാണ് പോർട്ടിന്റെ പേര്. ചേരാസിന്റെ ഫേമസ് ആയിട്ടുള്ള പോർട്ടിന്റെ പേരെന്താ? നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് പോർട്ട് ഏതാണ് എന്നുള്ളത് അറിയുന്നുണ്ടാവല്ലോ. കൊച്ചിയോ? മുസിരിസ്. കൊച്ചി മുസിരിസും വേറേതാണ് കേട്ടോ. കൊച്ചിയിലെ പോർട്ട് കുറെ വൈകി വരുന്നതാ. മുസിരിസ് എന്ന് പറയുന്ന പോർട്ട് എവിടെയാ? കൊടുങ്ങല്ലൂരുള്ള പോർട്ടാണ് മുസിരിസ്. നിന്റെ ചെറായ. ചോളാസിന്റെ പോർട്ടിന്റെ പേരാണ് പുഹാർ. 3 പോർട്ടുകളുണ്ട്. മുസിരിസ്, പിന്നെ കോർക്കൈ, പുഹാർ. അപ്പൊ ഈ 3 പോർട്ടുകളെ പറ്റിയിട്ട് സംഘം ലിറ്ററേച്ചർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ എക്സ്കവേഷൻ നടത്തി കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ റോമൻ ബുക്കിലൊക്കെ പറയുന്നുണ്ട്. കാരണം റോമൻസ് ആണ് ഈ സ്ഥലങ്ങളിലോട്ട് ട്രേഡിന് വേണ്ടിയിട്ട് വന്നത്. ഈ സമയത്ത് റോമായിട്ടൊക്കെ നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ റോമൻസ് ഇന്ത്യയിലോട്ട് വരികയും ഈ പറയുന്ന സ്ഥലങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും സാധനങ്ങൾ അവിടെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള തെളിവ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം മുസിരിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്കവേഷൻ കുഴിക്കൽ നടത്തി നോക്കി. അതിന്റെ പേരാണ് പട്ടണം എക്സ്കവേഷൻ. ഈ പട്ടണം എക്സ്കവേഷൻ നടത്തിയ സമയത്ത് ആദ്യമായിട്ട് മുസിരിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും അവിടെ ഒരു പഴയ പട്ടണം ഉണ്ടെന്നും അവിടുന്ന് കുറെ റോമൻ കോയിനും റോമൻ പോട്രിയൊക്കെ കിട്ടി. അപ്പം ആർക്കിയോളജിക്കലി നമ്മളിത് സത്യസന്ധാണെന്നുള്ളത് മനസ്സിലാക്കി സംഘം ലിറ്ററേച്ചറിന്റെ ഉള്ളിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ പാണ്ഡ്യാസ് വേദിക് സാക്രിഫൈസസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ റിലവൻസ് എന്തായിരിക്കും ഒന്ന് ഊഹിച്ച് പറയാമോ? ഏതൊക്കെ രൂപത്തിലായിരിക്കും പാണ്ഡ്യാസ് വേദിക് സാക്രിഫൈസ് നടത്തി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് ആയിട്ട് മാറുന്നത്? എന്താടാ? അതായത് സൗത്ത് ഇന്ത്യയുടെ സംസ്കാരമേ വേറേതായിരുന്നു. പക്ഷെ ആ സംസ്കാരത്തിലോട്ട് ബ്രാഹ്മണിക്കൽ കൾച്ചർ, അതായത് ആര്യന്മാരുടെ കൾച്ചർ ഇവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങി. അതായത് ആര്യൻ കൾച്ചർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന നമ്മൾ കണ്ടല്ലോ. ആദ്യം സപ്തസിന്ധുവിലായിരുന്നു, പിന്നെ ഗംഗ യമുന റീജിയനിലോട്ടായി, പിന്നെ ബീഹാർ ബംഗാൾ റീജിയനിലോട്ടായി. ഇതിപ്പോ സൗത്ത് ഇന്ത്യയിലും എത്തി. ഈ സമയമായപ്പോഴേക്കും ആ കൾച്ചർ ഇങ്ങനെ സ്പ്രെഡായി എല്ലാ സ്ഥലത്തോട്ടും വ്യാപിച്ചു. അതുകൊണ്ടാണ് പാണ്ഡ്യാസ് എന്ത് ചെയ്തത്? അവർക്ക് ശരിക്കും വേദങ്ങളെ പറ്റിയിട്ട് അറിയാനുള്ള സാധ്യത പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാര്യം വേദങ്ങൾ കമ്പോസ് ചെയ്തേക്കുന്നത് സപ്തസിന്ധു റീജിയൻ അങ്ങല്ലേ, എന്തോരം ദൂരം ഉണ്ട്. അതിന്റെ ഇടയിൽ വിന്ധ്യൻ എന്ന് പറയുന്ന വലിയൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ കയറിയൊക്കെ വരണം. അപ്പം ഇത്രയും ദൂരത്തോട്ട് ആ ഒരു സംസ്കാരത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഇന്ത്യയിൽ ഈ ബ്രാഹ്മണിക്കൽ കൾച്ചർ സ്പ്രെഡ് ആകുന്നത്. ശരിക്കും തുടക്കത്തിൽ ഇന്ത്യയിലെ എല്ലാ ആളുകളും ഹിന്ദുക്കളോ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഈ ഒരേ സംസ്കാരത്തിന്റെ ആളുകളോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള സംസ്കാരം പതിയെ സ്പ്രെഡ് ആയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാണ്ഡ്യാസ് എന്ത് ചെയ്തു? വേദിക് സാക്രിഫൈസസ് നടത്തി. വേദിക് സാക്രിഫൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അശ്വമേധം പോലുള്ള പരിപാടി ഇല്ലേ,
ഈ അശ്വമേധമൊക്കെ നോർത്ത് ഇന്ത്യയിൽ പാണ്ഡവരും കൗരവരൊക്കെ നടത്തിയ കാര്യമാണ്. കാര്യം അത് അവർ ആര്യന്മാരാണ്, അവർ സ്വാഭാവികമായിട്ട് നടത്തും. പക്ഷെ അവർ നടത്തിയ സാധനങ്ങൾ ഇവരും നടത്തി തുടങ്ങി എന്നുള്ളതാണ്. ആ സംസ്കാരം ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു, ബ്രാഹ്മണന്മാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഉണ്ടായിട്ടുണ്ടടി. അതായത് ആര്യന്മാര് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ദ്രവീഡിയൻ ആയിട്ടുള്ള പോപ്പുലേഷൻ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അതായത് ഇപ്പം ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്, ഈ ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദ്രവീഡിയൻ കൾച്ചർ ആയിരിക്കാം. അപ്പൊ ആര്യന്മാര് വന്ന സമയത്ത്, ഇത് ഞാൻ തമിഴ്നാട്ടിലുള്ള ഹിസ്റ്റോറിയൻസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ്, നിങ്ങൾക്കൊരു നറേറ്റീവ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു തിയറിയാണ്. അതായത് ദ്രവീഡിയൻസ് ആണ് ശരിക്കും ഇന്ത്യയിലെ ഒറിജിനൽ ആയിട്ടുള്ള, ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അബൊറിജിനൽ ആയിട്ടുള്ള പോപ്പുലേഷൻ. ഇന്ത്യയിൽ തനതായ മനുഷ്യരെന്ന് പറയുന്നത്, ആദ്യം മുതൽ ഇന്ത്യയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ദ്രവീഡിയൻസ് ആണ്. അതായത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ആളുകളാണ്. അവരാണ് ഹാരപ്പൻ കൾച്ചറൊക്കെ അവരുടെ കൾച്ചറായിരുന്നു. ഈ ആര്യന്മാര് പുറത്തുനിന്ന് വന്ന സമയത്ത് ഈ ദ്രവീഡിയൻസ് ആയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഓടിക്കുകയും അവരൊരുപക്ഷെ സൗത്ത് ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷം തുടങ്ങിയതായിരിക്കാം സംഘം കൾച്ചർ. അപ്പൊ ഈ സംഘം കൾച്ചറിന്റെ പല കാര്യങ്ങളും ഹാരപ്പൻ കൾച്ചറും തമ്മിൽ ഇപ്പൊ സാമ്യം കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം ഇവര് കീഴാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തി. ഒരു വൈഗൈ എന്ന് പറയുന്ന റിവർ ഉണ്ട്, അതിന്റെ അടുത്ത് നിന്നുള്ള ഒരു സൈറ്റാണ് കീഴാടി. കീഴാടി എക്സ്കവേഷൻ വളരെ ഫേമസ് ആണ്. അവിടെ ഇവർ കുഴിച്ചു നോക്കിയപ്പോഴേക്കും കുറെ ഹാരപ്പൻ വസ്തുക്കൾ കിട്ടി. അപ്പൊ എങ്ങനെ ഈ ഹാരപ്പൻ വസ്തുക്കൾ ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ ഇങ്ങനെയായിരിക്കാം, അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടായിരിക്കാം ഇവിടെ ഉള്ള സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യന്മാര് പുറത്തുനിന്ന് വന്നതാണെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. കാര്യം ആര്യൻസിന്റെ ജീനും റഷ്യയിലുള്ള ആളുകളുടെ ജീനും സൗത്ത് യൂറോപ്പിലുള്ള ആളുകളുടെ ജീനും തുർക്കിയിലുള്ള ആളുകളുടെ ജീനും ഇറാനിലുള്ള ആളുകളുടെ ജീനൊക്കെ സെയിമാണ്. അതായത് അവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ആദ്യത്തെ അവശേഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്ന് ഇവർ പല സ്ഥലത്തോട്ട് പോയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലോട്ട് എത്തിയതാ. അപ്പൊ ആര്യന്മാര് ഫോറിനേഴ്സ് ആണ്, ദ്രവീഡിയൻസ് അബൊറിജിനൽസ് ആണ്. നമ്മൾ ഒരു കാര്യം മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഹാരപ്പൻസിന്റെ സ്കെൽറ്റൽ റിമെയിൻസ് ഒക്കെ കിട്ടിയല്ലോ, അതിന്റെ DNA അനാലിസിസ് ഒക്കെ നടത്തി, ജനറ്റിക് അനാലിസിസ് ഒക്കെ നടത്തി, ഇന്നുള്ള സൗത്ത് ഇന്ത്യയിലുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ദ്രവീഡിയൻ റേസ് ഉണ്ടാവുമല്ലോ, ഇന്റീരിയർ ആയിട്ടൊക്കെ താമസിക്കുന്ന ഒരു ദ്രവീഡിയൻസിന്റെ കുറച്ച് ആളുകളുടെ ജീനും കളക്ട് ചെയ്തിട്ട് അത് തമ്മിൽ സാമ്യം ഉണ്ടോന്ന് നോക്കുകയും നല്ല സാമ്യം കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പിക്കാൻ പറ്റും. അതായത് ദ്രവീഡിയൻസ് എന്ന് പറയുന്നത് ഹാരപ്പൻസ് ആയിരുന്നു, ഹാരപ്പൻസ് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റും. ഈ തമിഴ്നാട് ഹിസ്റ്റോറിയൻസിന് ഇതിനെങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണമെന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ദേശീയവാദം ഉണ്ടല്ലോ, അവരുടെ ഒരു റീജിയണൽ ബയസ് ഉണ്ട്. അവര് പറയുന്നത് ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഓടിപ്പിക്കാനും ഇവന്മാരുടെ കൾച്ചർ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ഹാരപ്പൻസ് ആയിരുന്നപ്പോ ഇവർ വന്ന് അവിടെ നിന്ന് ഓടിച്ചു. ഇപ്പൊ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മേലെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു, ഞങ്ങളുടെ ജല്ലിക്കെട്ട് നിർത്തലാക്കാൻ നോക്കുന്നു. ഇത് കൃത്യമായിട്ടുള്ള ഒരു നറേറ്റീവിന്റെ ഉള്ളിൽ പ്ലേസ് ആകുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടില് പാർട്ടികളുടെ പേര് തന്നെ നിങ്ങൾ കേട്ടിട്ടില്ല, ദ്രാവിഡ മുന്നേറ്റ കഴകം. കാര്യം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ബേസിസ് കൊടുത്ത ഒരാളാണ് പെരിയാർ. EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തമിഴ്നാടിന്റെ ഒരു സ്കോളർ ഉണ്ട്. സ്കോളറാണ്, സോഷ്യൽ റിഫോർമർ ആണ്, പലതുമാണ് അദ്ദേഹം. തമിഴ്നാട്ടിൽ ഇന്ന് കാണുന്ന ആ ഒരു സ്ഥിതി കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടത് പുള്ളിയാണ്. അപ്പൊ അദ്ദേഹം ആണ് ഈ ആദ്യം ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്. കാര്യം 1900കളുടെ തുടക്കത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള രാജ്യം വേണമെങ്കിലും ആയി മാറാം. അപ്പൊ പാകിസ്ഥാനിലുള്ള ആളുകൾക്ക് തോന്നി മുസ്ലിംസിന്റെ പേരിൽ അതൊരു രാജ്യമാക്കണമെന്ന്. ഇപ്പോഴും നോർത്ത് ഈസ്റ്റിലുള്ള ആളുകൾക്ക് അവിടുത്തെ ട്രൈബിന്റെ പേരിൽ അതിനെ രാജ്യമാക്കാൻ തോന്നുന്നുണ്ടല്ലോ. സിഖുകാര് പറയുന്നുണ്ടല്ലോ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന്. ഇദ്ദേഹം പറയുന്നത് ദ്രവീഡിയൻ കൾച്ചറിന്റെയും ദ്രവീഡിയൻ റേസിന്റെയും പേരിൽ ദ്രാവിഡ നാടു എന്ന് പറയുന്ന 4 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ചേർന്നിട്ട് ഒരു രാജ്യം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് ആ സമയത്ത് റിലവന്റ് ആണ് കേട്ടോ. കാര്യം ലോകത്തിലെ എല്ലാ സ്ഥലത്തും രാജ്യങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് മിക്കവാറും റേസിന്റെ അടിസ്ഥാനത്തിലാണ്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അയർലൻഡ്, ഇറാൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഒക്കെ റേസിന്റെ ബേസിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും റേസിന്റെ ബേസിൽ സൗത്ത് ഇന്ത്യനെ വേറൊരു രാജ്യമാക്കി മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം പുള്ളിക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ റീസണിൽ ഒരു റീസൺ ഇതാണ്. അതായത് ദ്രവീഡിയൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ദ്രവീഡിയൻ റേസ് അല്ലെങ്കിൽ ദ്രവീഡിയൻ കൾച്ചർ, സംഘം ലിറ്ററേച്ചറിന്റെ ഉള്ളിലൊക്കെ പറയുന്ന ആ ഒരു കൾച്ചർ അത് ഇല്ലാതാക്കാനുള്ള കാരണം ആര്യന്മാരാണ്. അവര് പണ്ടും അത് ചെയ്തിട്ടുണ്ട്, ഇനിയും അത് ചെയ്യുമെന്നാ പറയുന്നത്.
ഈ നറേറ്റീവ് സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി തമിഴ്നാട്ടിൽ വളരെയധികം പ്രിവലന്റ് ആയതുകൊണ്ടാണ് അവർ ഒരു രൂപത്തിലും അവരുടെ കൾച്ചറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ ചെറുക്കുന്നത്. ജല്ലിക്കെട്ട് അത് നിർത്താൻ നോക്കിയപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജവഹർ നവോദയ വിദ്യാലയാസ് അവിടെ ഹിന്ദി നിർബന്ധമായിട്ടും പഠിക്കണം. അവിടെ തമിഴ്നാട്ടിൽ തുടങ്ങിയിട്ടേ ഇല്ല, അവിടെ തുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഇതിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നത്. പിന്നെ മലയാളികൾക്ക് അങ്ങനെ കൾച്ചർ ഒന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, പല ജീനുകൾ എടുത്ത് കുലുക്കി വരുന്നുണ്ടായതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു തനതായ ഒരു സംസ്കാരം ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള റേസ് ആണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൾച്ചറാണ്. നമുക്കൊരു കോസ്മോപൊളിറ്റൻ വ്യൂ ആണ്. ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് ശരിക്കും. ഇപ്പൊ കുറച്ച് റീജിയണലിസം ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വേദിക് സാക്രിഫൈസ് നടത്തി എന്ന് പറയുന്നത് മേളിൽ നിന്ന് ബ്രാഹ്മണന്മാര് വന്നിട്ട് ഈ പറയുന്ന മാറ്റങ്ങൾ വന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചതിന് മറുപടി ആയിട്ടാണോ ഞാനിത് പറഞ്ഞു തുടങ്ങിയത്? എന്തായിരുന്നു എന്റെ ചോദ്യം? അപ്പൊ ഓൾറെഡി അവിടെ ഉണ്ട് തമിഴ് ആര്യൻസ് വരുമ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ള ആളുകൾ തമിഴൊക്കെ പറയുന്ന ആളുകളായിരിക്കും. പക്ഷെ ആ സമയത്ത് ഇവിടെ ഉള്ള ആളുകൾ അവരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആര്യൻ കൾച്ചർ കുറെ കൂടി സ്പ്രെഡായ സമയത്ത് സൗത്ത് ഇന്ത്യയിലുള്ള ദ്രവിഡിയൻ കൾച്ചറിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ആ കൾച്ചർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. തുടക്കത്തിൽ ഇന്റർചേഞ്ച് ഉണ്ടാവുള്ളൂ. പതിയെ ഇന്റർചേഞ്ച് മാറിയിട്ട് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാകുക. മെജോറിറ്റി സുപ്പീരിയർ കൾച്ചർ എപ്പോഴും ഇൻഫീരിയർ ആയിട്ടുള്ള കൾച്ചേഴ്സിനെ ഇല്ലാതാക്കും പൊതുവെ. അതല്ല ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് അവർ സംസ്കാരം ഇല്ലാതാവും. അവിടെ നീ എന്തായിരുന്നു നിനക്ക് തോന്നുന്നില്ലേ ഈ കൊങ്ങിണി കൾച്ചർ ഇല്ലാതായി പോകുന്നുണ്ടത്? അങ്ങനെയാ, അത് കുറഞ്ഞു വരും. കാര്യം ഒരു മെജോറിറ്റി ലാംഗ്വേജിലോട്ട് ആളുകൾ അറിയാതെ മാറും. അതുകൊണ്ടാണ് എപ്പോഴും മൈനോറിറ്റീസിനെ പ്രത്യേകമായിട്ടുള്ള കൺസിഡറേഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ആളുകൾ പറയും ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, റിലീജിയസ് മൈനോറിറ്റീസ്, ഇതിനൊക്കെ കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിൽ പറയുന്നത് അവരെ മാത്രം എന്തിനാ അവർ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ പൊതുവെ ഹിന്ദുത്വ അജണ്ട ഉള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാ മുസ്ലിംസിന് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ? മുസ്ലിംസിന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള എല്ലാ മൈനോറിറ്റീസിനും സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. കാര്യം അവരൊരിക്കലും ഈക്വൽ അല്ല. ഒരു മെജോറിറ്റി പോപ്പുലേഷന് മുന്നിൽ മൈനോറിറ്റി, അത് ഏത് തരത്തിലുള്ള മൈനോറിറ്റി ആയിക്കോട്ടെ, അവരുടെ കൾച്ചറും അവരുടെ സംസ്കാരവും അവരുടെ എല്ലാ സാധനങ്ങളും ഐഡന്റിറ്റിയും ഇല്ലാതാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ രാജ്യം ഭരിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും തുല്യത കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈനോറിറ്റിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കുന്നത്. അതല്ലാതെ അവരെ മെയിൻ ആക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തതൊന്നുമല്ല. ആള് കുറവായത് കൊണ്ട് തന്നെ അവർക്കൊരു ലാക്ക് ഓഫ് പ്രിവിലേജ് ഉണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൺസെഷൻസ് കൊടുത്തേ മതിയാവും. അതാണ്, അതെല്ലാ സ്ഥലത്തും സംഭവിക്കും. ഒരു സുപ്പീരിയർ കൾച്ചർ എപ്പോഴും ഒരു ഇൻഫീരിയർ കൾച്ചറിനെ ഇല്ലാതാക്കും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്തോ ഗ്രീക്ക് ഒക്കെ ഇന്ത്യയിലോട്ട് വന്നല്ലോ. ഇന്തോ ഗ്രീക്സ് വന്നു, ഹുനാസ് വന്നു. അവർക്ക് എന്തുകൊണ്ടാണ് ഹിന്ദുമതം സ്വീകരിച്ച് ഒരു ഇന്ത്യൻ ആളുകളായിട്ട് മാറിയെന്നറിയാമോ? കാര്യം അവരുടെ കൾച്ചറിനേക്കാളും സുപ്പീരിയർ ആയിരുന്നു ഇന്ത്യൻ കൾച്ചർ. അപ്പൊ അവര് വന്നപ്പോഴേക്കും അവര് ഇത് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലോട്ട് ചേർന്നു. പക്ഷെ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് മുസ്ലിംസ് വരുന്ന സമയത്തെ ആ പോയിന്റ് ഓഫ് ടൈമില് ഇസ്ലാം കുറച്ചും കൂടി സുപ്പീരിയർ കൾച്ചർ ആയിരുന്നു. കാര്യം ഡാർക്ക് ഏജിന്റെ സമയത്ത്, ലോകത്ത് ഡാർക്ക് ഏജ് സ്പ്രെഡ് ചെയ്ത സമയത്ത് ഇസ്ലാം ഒരു സുപ്പീരിയർ ഫോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞ റിലീജിയനെ നോക്കുന്ന സമയത്ത് അത് അത്ര നല്ലതല്ലെന്ന് തോന്നുമെങ്കിലും നല്ലതല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അത് നല്ലതായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ഹിന്ദു മതത്തിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു ഇസ്ലാം. കാര്യം അവർക്ക് കാസ്റ്റ് സിസ്റ്റം ഇല്ല, അവർക്ക് ഇക്വാളിറ്റി ഉണ്ട്, അവരൊരു മോണോതെസ്റ്റിക് ഗോഡിലാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് മുസ്ലിംസ് വന്നപ്പോൾ മാത്രം ഹിന്ദു സംസ്കാരത്തിലോട്ട് പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരാതെ അതൊരു വേറെ കൾച്ചറായിട്ട് തന്നെ നിലകൊണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇവിടെയുള്ള കൾച്ചർ ഇസ്ലാമിനേക്കാളും പ്രൗഢിയുള്ള ഒരു കൾച്ചർ ആയിരുന്നെങ്കിൽ അത് വന്നിട്ട് ഇതിന്റെ ഭാഗമായി പോയേനെ. എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ, അലിഞ്ഞു ചേർന്നില്ല. അപ്പൊ ഈ സമയത്ത് ദ്രവീഡിയൻ കൾച്ചറിനേക്കാളും കുറച്ചും കൂടി ഡോമിനന്റ് ആയിട്ട് നോർത്ത് ഇന്ത്യൻ കൾച്ചർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വന്ന സമയത്ത് അവർക്ക് ആ ഒരു മേധാവിത്വം കിട്ടുന്നതും ദ്രവീഡിയൻ കൾച്ചറിന്റെ കുറെ കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതും. പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷെ കുറെ കാര്യങ്ങൾ പോയി. തനതായ ദ്രവീഡിയൻ കൾച്ചർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സംഘം ലിറ്ററേച്ചർ വായിക്കണം. അതിലുള്ളതാണ് ദ്രവീഡിയൻസിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ജീവിത രീതി. ആ സംഘം ലിറ്ററേച്ചറിന്റെ ഉള്ളിൽ ദൈവിക വിശ്വാസം പോലും ഇല്ല. സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ശരിക്കും 8 ബുക്കുകളാണ്. ആ 8 ബുക്കിൽ 5 ബുക്ക് പ്രണയത്തിനെ പറ്റിയിട്ട്, 3 ബുക്ക് യുദ്ധത്തിനെ പറ്റിയിട്ടുമാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ബുക്ക് നിങ്ങൾ നോക്കിക്കോ, എല്ലാം മതത്തിനെ പറ്റിയിട്ടാ. വേദങ്ങൾ അവരുടെ ഏറ്റവും ആദ്യത്തെ ബുക്ക് റിലീജിയസ് ബുക്കാണ്.
സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഫുള്ള് സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാ. പ്രണയിക്കുക, യുദ്ധം ചെയ്യുക, വീരന്മാരാകുക. അവിടെ ദൈവത്തിന് വലിയ സിഗ്നിഫിക്കൻസ് പോലും ഇല്ല. അപ്പൊ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്കാരമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ നമുക്ക് ദ്രവീഡിയൻ സംസ്കാരം കാണാൻ പറ്റുന്നത്. ദ്രവീഡിയൻ സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരമേ ഇല്ല, എല്ലാം ആര്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി. മാത്രമല്ല ഇന്ന് സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഭയങ്കര ദൈവവിശ്വാസികളാണ്. ശരിക്കും ദൈവം ഇല്ല. ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നുള്ളൊരു തർക്കം നടക്കുന്ന സമയത്തെ ഇടത് ലിബറൽ ബുദ്ധിജീവികൾ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ പറയാറുണ്ട്, കയറ്റേണ്ട ആവശ്യമില്ല, അതൊക്കെ ബ്രാഹ്മണവൽക്കരണമാണ്, സവർണവൽക്കരണമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവൂല. എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. ശരിക്കും പറയുന്നത് എന്താണെന്നറിയോ? നോർത്ത് ഇന്ത്യൻ വേദിക് കൾച്ചർ ഉണ്ട്, ഇവിടെ സംഘം കൾച്ചറാണ്. ആ കൾച്ചർ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കയറ്റാതിരിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. കാര്യം തനതായിട്ടുള്ള സംഘം കൾച്ചറിൽ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. നിങ്ങള് സിലപ്പതികാരം, അതിലൊക്കെ സ്ത്രീ കഥാപാത്രം എന്ത് പവർഫുള്ളും ഡോമിനന്റും കണ്ണകി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഈ കണ്ണകീനെ അമ്പലത്തിൽ കയറ്റാതിരിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? രാജാവിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സ്ത്രീ. അതായത് പവർഫുൾ ആണ് വിമൻ. അപ്പൊ അവർക്ക് എല്ലാ സ്ഥലത്തും കയറാമായിരുന്നു. ശരിക്കും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരം ബ്രാഹ്മണിക്കൽ സംസ്കാരമാണ്. അതാണ് ഈ ഊളന്മാര് ടി വിയിൽ ഇരുന്ന് ഈ പറയുന്നത് സവർണവൽക്കരണമാണ്, സവർണവൽക്കരണമാണ്. ഇതെന്താണ് സാധാ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കാനുള്ള അവസരമില്ല. ഒരു 30 സെക്കൻഡെങ്കിലും എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ കിടന്ന് കരഞ്ഞത് ഓർമ്മയില്ലേ? ഒരു 30 സെക്കൻഡ് 30 സെക്കൻഡ് പോയിട്ട് 1 സെക്കൻഡ് പോലും ചിലപ്പോൾ ആർക്കും കിട്ടൂല. അതാണ് അവസ്ഥ. ഇതായിരുന്നു ആ കേസിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് കിങ്ഡം ഹാഡ് മാട്രിയാർക്ക് ഇൻ സൗത്ത് ഇന്ത്യ? അപ്പൊ ഇതിൽ കൃത്യമായിട്ട് സജസ്റ്റ് ദാറ്റ് പാണ്ഡ്യ സൊസൈറ്റി വാസ് മാട്രിയാർക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ എക്സാമിന് അവസാനം അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് ചോളാസ്. ചോളാസിന്റെ ക്യാപിറ്റൽ ഉറയൂർ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു തുടക്കത്തില്. പിന്നെ അവരെന്ത് ചെയ്തു? ക്യാപിറ്റല് പതിയെ പുഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റി. ഈ പുഹാറാണ് പിന്നീട് കാവേരി പട്ടണമായിട്ട് മാറുന്നത്. ഇപ്പം ചോള രാജാവായിട്ടുള്ള കരികാലയാണ് പുഹാർ കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ കരികാല എന്ന് പറയുന്നത് പൊന്നിയിൻ സെൽവനിലുള്ള കരികാലയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. 1000 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട് ഈ കരികാലയും മറ്റേ കരികാലയും തമ്മിൽ. ഇത് ഏർലി ചോളാസും മറ്റേത് ലേറ്റർ ചോളാസും ആണ്. ഒന്ന് എഴുതിയെടുത്തേക്ക് കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അതുകൊണ്ടാണ്. ചോളാസിന് സ്വാഭാവികമായിട്ട് നേവി ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് നേവി ഉണ്ടാവുക? സീ തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നേവി ഉണ്ടാവും. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിന് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇന്ത്യനെ കോളനൈസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരും വന്നിരുന്നു, ഫ്രാൻസും വന്നിരുന്നു അല്ലെ? പക്ഷെ അതില് വിജയിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. കാര്യം മെയിൻലി ഇവരെല്ലാവരും വന്ന് സെറ്റിൽ ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയാസിലാണല്ലോ. കൊൽക്കട്ട, കാലിക്കട്ട്, സൂരറ്റ്, ഗോവ, അങ്ങനെയാണല്ലോ. ആ യുദ്ധത്തിൽ എന്താണെങ്കിലും ബ്രിട്ടീഷുകാർ ജയിക്കുള്ളൂ. കാര്യം എന്താ? അവർക്ക് കുറച്ചും കൂടി സ്ട്രോങ് നേവി ഉണ്ടാവും. എന്തുകൊണ്ടാ? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്. ഐലൻഡ് ആവുമ്പോ എന്താണെങ്കിലും ചുറ്റും കടലുള്ളപ്പോ സ്ട്രോങ് നേവി ആയിരിക്കില്ലേ? ചൈനീസ് നേവി ആണോ ഇന്ത്യൻ നേവി ആണോ സ്ട്രോങ്? ഇന്ത്യൻ നേവിയാ സ്ട്രോങ്. ചൈനക്ക് സീ ആയിട്ട് ഔട്ട്ലെറ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സീയിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളത് ഇന്ത്യ ആണ്. പക്ഷെ ലാൻഡിൽ അവർ കുറെ കൂടി പവർഫുൾ ആയിരിക്കും. കാര്യം നമുക്ക് ആ ആക്സസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ കൂടി കോസ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. മുഗൾസിന് നേവി ഇല്ല. അക്ബർ ആദ്യമായിട്ട് കപ്പലിൽ കയറുന്നത് പോർച്ചുഗീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ്. സ്വന്തമായിട്ട് ഒരു കപ്പൽ പോലും ഉണ്ടായിരുന്നില്ല.
ആകെ മുഗൾസിന് ഉണ്ടായിരുന്ന ഒരു കപ്പൽ എന്ന് പറയുന്നത് പിന്നീട് ആഫ്രിക്കയായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ വൈഫിന് ഒരു കപ്പല് മുഗൾസ് ഉണ്ടാക്കിയിട്ട് അത് കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകായിരുന്നു. എന്നിട്ട് ആ പോയ കപ്പലിനെ പോർച്ചുഗീസുകാർ പിടിച്ചു നിർത്തിയിട്ട് പൈസ ഒക്കെ എടുത്തിട്ടാണ് പറഞ്ഞുവിട്ടുകൊണ്ടിരുന്നത്. അത്ര മോശം നേവിയാണ് അവരുടെ. അപ്പം ചോളാസിന് നേവി ഉണ്ടാവും, അത് വേറൊന്നും കൊണ്ടല്ല, കോസ്റ്റൽ ഏരിയാസ് ആയിട്ട് ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പൊ നേവി ഇല്ലാതെ പറ്റില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള എപ്പേഴ്സിനൊന്നും കാര്യമായിട്ട് നേവി ഇല്ല. ഡൽഹി സുൽത്താനേറ്റിന് മുഗൾസിനൊന്നും നേവി ഉണ്ടായിരുന്നില്ല. പക്ഷെ വിജയനഗര കിണ്ടത്തിന് ഉണ്ടായിരുന്നു, ചോളാസിന് ഉണ്ടായിരുന്നു. കാര്യം സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും. ഈ ലേറ്റർ ചോളാസ് ഇല്ലേ, പൊന്നിയിൻ സെൽവൻ മൂവിയിൽ കാണുന്ന ചോളാസ്, അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഒരിക്കലും കാണാത്ത കുറെ അച്ചീവ്മെന്റ്സ് നേടിയ ആളുകൾ. പൊന്നിയിൻ സെൽവൻ മൂവിയില് അവര് ശ്രീലങ്ക കീഴടക്കുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ശ്രീലങ്ക മാത്രമല്ല അവര് കീഴടക്കിയത്, മ്യാൻമർ, ഇന്തോനേഷ്യ, കംബോഡിയ, അതായത് ആ ബേ ഓഫ് ബംഗാളിന്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർ കീഴടക്കിയിരുന്നു. നേവി നല്ലതായതുകൊണ്ടാ, സ്ട്രോങ് നേവി ഉള്ളതുകൊണ്ട്. മൗര്യസിന് നേവി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എത്രമാത്രം വലിയ സ്ട്രോങ് ആയിട്ടുള്ള നേവി ഒന്നും ഉണ്ടായിട്ടില്ല. നേവി ഉണ്ടായിരുന്നു അവർക്ക്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. പുറത്തോട്ടൊന്നും കാര്യമായിട്ട് വലിയ ഇൻവേഷൻസിനൊന്നും പോയിട്ടില്ലല്ലോ. ഈ ചോളാസിനും ചേരാസിനും പാണ്ഡ്യാസിനും നേവി വേണ്ടി വരും. കാര്യം അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ എന്താണെങ്കിലും നേവൽ ബാറ്റിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു നേവൽ ബാറ്റിലൊക്കെ ഉള്ള ഒരു സംസ്കാരത്തിലല്ലേ നമ്മുടെ കപ്പൽ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോഴേക്ക് ഈ ട്രേഡ് ഒക്കെ നടക്കുന്നത് കൊണ്ട് റോമൻസ് വരുന്നുണ്ട്, പല ആളുകളും വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് കപ്പലുകൾക്ക് ഇമ്പോർട്ടൻസ് അവർ എന്താണെങ്കിലും കൊടുക്കും, സ്വാഭാവികമായിട്ടും കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. ചേരാസിന് നേവി ഉണ്ട്, ചോളാസിന് നേവി ഉണ്ട്, ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ചേരാസ്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഭാഗങ്ങളാണ് അവർ ഭരിക്കുന്നത്. റോം ആയിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലോ. പാണ്ഡ്യാസും ചോളാസ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. 3 പേര് അടുപ്പിച്ച് കിടന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉറപ്പാണ്. അതൊക്കെ അങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്ത് വെച്ചാൽ മതി, എന്തായാലും ഉണ്ടാവും. പിന്നെ ഇവരൊരു പോർട്ടിന്റെ പേരാണ് മുസിരിസ്. ഞാൻ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂരില് റോമൻ കോയിനൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു എക്സ്കവേഷൻ നടത്തി. ആ എക്സ്കവേഷന്റെ പേരാണ് പട്ടണം എക്സ്കവേഷൻ. ഈ പട്ടണം എക്സ്കവേഷനിലാണ് മുസിരിസിൽ ഒരു പോർട്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നത്. ശരിക്കും മുസിരിസ് എന്നാണ് റോമൻ ബുക്കിലൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള അതിന്റെ നെയിം എന്ന് പറയുന്നത് മുച്ചിരി എന്നാണ്. ആ പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഈ മുച്ചിറി എന്ന് പറയില്ലേ, ഈ ചുണ്ടിലിങ്ങനെ ഇതുള്ള ആളുകളെ, ആ സൗണ്ട് തോമസ് സിനിമയിലൊക്കെ അവർ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ചുണ്ടിന് ഇങ്ങനെ ഇതുള്ള ആളുകളെ മുച്ചിറിയന്മാർ എന്ന് പറയാറുണ്ട്. ഇത് അറേബ്യൻ സീ, ഇതൊരു ചെറിയൊരു ലേക്ക് അല്ലെങ്കിൽ ഒരു റിവർ, ഇവിടെയാണ് ഈ മുസിരിസ് പോർട്ട് ഉള്ളത്. അപ്പൊ ഇത് മുച്ചിറിയന്മാരുടെ ചുണ്ട് പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ മുച്ചിരി എന്നാ വിളിച്ചോണ്ടിരുന്നത്. അതാണ് റോമൻസ് മുസിരിസ് ആക്കി മാറ്റിയത്. ഞാൻ എൻ്റെ വീട് അവിടെ പറവൂരടുത്തായതുകൊണ്ട് ഇതൊക്കെ പഠിക്കണമല്ലോ. ഈ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കണമായിരുന്നു. കാര്യം അവർ ഇതിനെ പറ്റിയൊക്കെ കുറെ ചോദ്യം ചോദിക്കും. എന്റെ 2 ഇന്റർവ്യൂവിനും ചോദിച്ചു മുസിരിസ് അറിയുമോന്ന്. നമ്മളെന്തായാലും മുസിരിസിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടായിരിക്കും വരിക. ഞാൻ അതിന് വേണ്ടിയിട്ട് ബിനാലെ പോലും കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് ചോദ്യം ചോദിച്ചിട്ട് കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഗുണം വന്നത് അപ്പോഴൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രിലിംസ്, ഞാൻ എഴുതാത്ത പ്രിലിംസ് ആണത്, അതിനൊരു ചോദ്യം ഉണ്ടായിരുന്നേ. 3 സ്ഥലങ്ങൾ തന്നിട്ട് ഈ സ്ഥലങ്ങൾ എന്തിന്റെ പേരിലാണ് ഫേമസ്? മൂച്ചിരി, പുംപുഹാർ, കോർക്കൈ. കോർക്കൈ മാത്രമാണ് നമ്മള് ബുക്കിലൊക്കെ കോർക്കി എന്ന് കൊടുത്തിട്ടുള്ളൂ. മൂച്ചിരിനെ മുസിരിസ് എന്നും പുംപുഹാറിനെ പുഹാർ എന്നും ആ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിന്റെ പഴയ പേരാ. റോമൻ ബുക്സിലാണ് പുഹാർ എന്നും മുസിരിസ് എന്നും ഉള്ളത്. അതിന്റെ ഒറിജിനൽ ഇന്ത്യൻ നെയിം എന്ന് പറയുന്നത് മുച്ചിരി എന്നും പുംപുഹാർ എന്നുമാണ്. UPSCയുടെ പുതിയൊരു പരിപാടിയായത്. അവർക്ക് എന്തോ ഇതൊക്കെ മോഡിജിയുടെ ഒരു കളികളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെ ചോദിക്കുന്നുള്ളൂ. അതിന്റെ ആ ഒരു ഇംഗ്ലീഷ് നെയിമും ഫോറിൻ നെയിമൊന്നും അല്ല ചോദിക്കുന്നത്. മുസിരിസ് എന്ന് ചോദിച്ചാൽ എളുപ്പമുള്ള ചോദ്യമായിരുന്നു അത്. പക്ഷെ മുച്ചിരി എന്ന് പറയുമ്പോഴേക്കും കുറെ ആളുകൾക്ക് ഈ മുച്ചിരി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. സംഭവം മുസിരിസും പുഹാറും കോർക്കയും ആണ്, 3 പോർട്ടുകളാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.
നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരുവേ, സംഘം ലിറ്ററേച്ചർ, സംഘം കൾച്ചർ, ചേര ചോള പാണ്ഡ്യ, മെഗാലത്ത്, ഇതിനെ പറ്റിയൊന്നും ചോദ്യം വരാത്തൊരു വർഷം കടന്നു പോകാറില്ല. എന്തുകൊണ്ടറിയോ? നിങ്ങൾ ലോജിക്കലി, ഞാൻ വേറൊരു കാര്യം പറയും, ഇത് വളരെ കൃത്യമായിട്ട് കേൾക്കണേ. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 6 മണിക്കൂറിന്റെ ഒക്കെ ക്ലാസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു 10 മണിക്കൂറിന് എന്തോ ക്ലാസ്സാണ് ഡൽഹി സുൽത്താനേറ്റ് മൊത്തം. പിന്നെ പഠിപ്പിക്കാനല്ലാതെ വേറെ വഴിയില്ല. മുഗൾസും കൂടി കൂട്ടിയിട്ട് നമുക്ക് മൊത്തം അത് 20 മണിക്കൂറിനടുത്ത് വരും. പക്ഷെ അവിടെ നിന്ന് വരാൻ പോകുന്ന ചോദ്യം മിക്കവാറും 2 ചോദ്യമായിരിക്കും, 1-2 ചോദ്യം പ്രിലിംസിന്. മെയിൻസിന് ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മെഗാലിത്തിക് കൾച്ചർ, ഈ സംഘം പീരീഡ് എന്ന് പറഞ്ഞാൽ ചേര ചോള പാണ്ഡ്യ, പിന്നെ അതിനുശേഷം പിന്നീട് വരാൻ പോകുന്ന 1-2 ഡൈനാസ്റ്റീസ് ഉണ്ട്, പല്ലവാസ്, ആ സമയത്തുള്ള ചോളാസ്, പിന്നെ അതേപോലെ തന്നെ പിന്നീട് വരുന്ന വിജയനഗര എന്ന് പറയുന്ന ഒരു എംപയർ. ഈ ഏരിയാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 ചോദ്യമെങ്കിലും കിട്ടും. ചെറിയ പോർഷനാണ്, ക്ലാസ്സിൽ കുറെ പഠിപ്പിക്കൂല, പക്ഷെ ചോദ്യം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ? ലോജിക്ക് എന്താണെന്നൊന്ന് പറയാമോ? ചേട്ടാ, എളുപ്പമുള്ള ലോജിക്ക് അത്. എന്തുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ് എന്നൊക്കെ പറയുന്ന മൊത്തം 20 മണിക്കൂർ അതിനടുത്ത് ക്ലാസ് വരുന്ന ഓൾഡ് NCERT ബുക്കിന്റെ ഒരു 80% കവർ ചെയ്തേക്കുന്ന പോർഷനിൽ നിന്ന് 1 ചോദ്യവും അല്ലെങ്കിൽ 2 ചോദ്യവും. എന്തുകൊണ്ട് മെഗാലിത്ത്, സംഘം, പല്ലവാസ്, ചോളാസ്, വിജയനഗര? ക്ലാസ്സിൽ ഇത് മൊത്തം ഒരു 3-4 മണിക്കൂർ പോലും വരില്ല. NCERT ബുക്കിന്റെ 20% അടിയിലാണ്, ഒരു 10% മൊത്തത്തിൽ വരുന്നുള്ളൂ. ഇവിടെ നിന്ന് 2-3 ചോദ്യവും കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ. UPSC എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ പരീക്ഷയാണ്, നാഷണൽ പരീക്ഷയാണ്, അത് നോർത്ത് ഇന്ത്യൻ പരീക്ഷയല്ല. അപ്പൊ മുഗൾസും ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും മൗര്യൻസിൽ നിന്നും വേദിക് കൾച്ചറിൽ നിന്നും ഒക്കെ കൂടിയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ കൾച്ചർ അല്ലേ പഠിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ കൾച്ചർ കുറച്ചേ പഠിക്കാനുള്ളൂ. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് ഈവൻലി ബാലൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ലോജിക്കൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക. പക്ഷെ ക്ലാസ്സും പൊതുവെ എടുക്കാറില്ല, കാര്യം ബുക്കിൽ പറയാത്തത് കൊണ്ടാട്ടോ ക്ലാസ് എടുക്കാത്തത്, വേറൊന്നുമല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കുന്നതല്ല, ബുക്കിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ട്. നമ്മൾ കുറെ ഇരുന്ന് അത് പഠിക്കുന്നതിനേക്കാളും ഇത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷെ ഓൾഡ് NCERT ബുക്കിൽ നല്ല ചോദ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ അവർ ഉപീന്ദർ സിംഗിലോട്ട് ചാടി. അതുകൊണ്ട് പിള്ളേർക്ക് ഇത് പഠിച്ചാലും കിട്ടലില്ല. അപ്പം നിങ്ങൾ ഈ ഭാഗത്തിന് വേണ്ടി മാത്രം ഒന്ന് ഉപീന്ദർ സിംഗ് വായിച്ചാൽ എളുപ്പമാണ്. കാര്യം ഈ കോർക്കെ, മുച്ചിരി, പൂംപുഹാറൊക്കെ ഇല്ലേ, അത് ഉപീന്ദർ സിംഗിൽ ഈ പേരാ കൊടുത്തേക്കുന്നത്. അതൊന്ന്. പിന്നെ സംഘം ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യം വന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം, അതിന്റെ മുമ്പത്തെ വർഷം 2 പ്രാവശ്യം വന്നു. അതൊന്നും ഓൾഡ് NCERT ബുക്കിലില്ല. പക്ഷെ ഉപീന്ദർ സിംഗില് അതേ രീതിയിൽ തന്നെ ഉണ്ട്, അതേ സെന്റൻസിൽ തന്നെ ഉണ്ട്, സെന്റൻസിൽ പോലും മാറ്റൂല. അപ്പൊ അവർ അവിടെ നിന്ന് തന്നെയാ പൊക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഉപീന്ദർ സിംഗ് ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് നോക്കാനുള്ള സമയം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഓരോ അറ്റംപ്റ്റിലും പ്രാക്ടിക്കലി പോവുക. ഇപ്പൊ സാറ് പറഞ്ഞു ഇത് ഉപീന്ദർ സിംഗിൽ നിന്ന് വരും, അതുകൊണ്ട് ഉപീന്ദർ സിംഗ് വായിച്ചേക്കാം. അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് മാത്രം പഠിക്കുക, അങ്ങനെ കയറിക്കോളും. ഇത് ഉപീന്ദർ സിംഗ് പഠിച്ചില്ല, ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് കയറും. ഓൾഡ് NCERT ബുക്ക് ഒരു 6, 8, 10 പ്രാവശ്യം വായിക്കുക. ലക്ഷ്മികാന്ത് 10 പ്രാവശ്യം വായിക്കുക. അത് മെയിൻ ടെക്സ്റ്റ് എല്ലാം 10 പ്രാവശ്യം വായിച്ചു പോയാൽ മതി. വീണ്ടും ഒരു അറ്റംപ്റ്റ് കൊടുക്കേണ്ടി വന്നാൽ ഇത് വായിക്കണം. അതിനുള്ള സാധ്യത 90% ആണ്. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ കഴിവ് കേടുകൊണ്ടോ ഒന്നുമല്ല, ഫാക്ച്വലി പ്രോബബിലിറ്റി അങ്ങനെയാണ് വരിക. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കണ്ട, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതല്ല. അത് പ്രിലിംസ് എഴുതാൻ പോകുന്നതിൽ 90% ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടും, 10% ജയിക്കുള്ളൂ. അതങ്ങനെയാണ് എല്ലാ കൊല്ലവും. അതുകൊണ്ട് പറഞ്ഞതാ 90% നിങ്ങൾ വീണ്ടും ഒന്ന് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ നോക്കേണ്ടി വരുന്നത്, ആരൊക്കെ നോക്കേണ്ടി വരില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കേട്ട് വെച്ചോ. ആദ്യത്തെ ഞാൻ ഇതേപോലെ തന്നെ എന്റെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തുടക്കത്തില് ഏതൊരു സാറ് പറഞ്ഞാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്, ഒന്ന് എഴുതാൻ. അപ്പൊ ക്ലാസ്സിൽ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. ഇയാൾ എന്തൊരു വൃത്തികെട്ടവനാണ്, ഇയാൾ എന്തിനാ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാര്യമൊക്കെ പറയുന്നത്, ഞാൻ കളക്ടർ ആകാൻ പോവല്ലേ എന്ന്. അപ്പൊ പുരിയില്ലേ, ഇപ്പൊ പുരിയത്. അദ്ദേഹം ഇതേപോലെ തന്നെ 6 അറ്റംപ്റ്റ് കഴിഞ്ഞ ആളാ. അപ്പൊ പുള്ളിയുടെ ലോജിക്ക് വെച്ചിട്ടേ ഇത് കിട്ടാതിരിക്കാം ചില ആളുകൾക്ക് എന്നുള്ളൊരു തോന്നല് പുള്ളിക്കുണ്ട്. അത് ഉള്ളതാണ്. ചില ആളുകൾക്ക് അത് കിട്ടില്ല, എല്ലാവർക്കും കിട്ടില്ലല്ലോ ഈ പരീക്ഷ. എത്ര പേർക്കാ കിട്ടുക? 1000 പേർക്കല്ലേ കിട്ടുള്ളൂ. 6 ലക്ഷം പേര് എഴുതുന്നില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ ആ സെൻസിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങളെ ഇൻഡിവിജ്വലി ആരെയും പറയുന്നതല്ല, വിവേകം കൊണ്ട് പറയുന്നതാണ്.
ഓക്കെ ഗൈസ്, ഇനി അടുത്തത് സംഘം ലിറ്ററേച്ചർ. ഈ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ലിറ്ററേച്ചർ ആണ്. ഈ സംഘം ലിറ്ററേച്ചർ, ഈ ബുക്കുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മധുരയിൽ 3 ഫെസ്റ്റിവൽസ് നടന്നു, മീറ്റിംഗ്സ് നടന്നു, കൗൺസിൽസ് നടന്നു. നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടത്തുമ്പം കുറെ ഫിലിംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പ്രദർശിപ്പിക്കില്ലേ? ആരെങ്കിലും ബുക്ക് ചെയ്തോ IFFK? പൈസ ഇല്ലാത്തോണ്ടാ? ചേട്ടാ, നീ അത്ര സിനിമാ പ്രാന്തനാണോ? നീ സിവിൽ സർവീസ് ഇപ്പം ഒരാഴ്ച പഠിക്കാതെ സിനിമ കാണാൻ ഉറപ്പിച്ച സിനിമാ പ്രാന്തനാണ്. പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാം, പക്ഷെ എല്ലാ സിനിമയും കണ്ടോളണം. അപ്പൊ ഈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടത്തുന്നത് പോലെ അന്ന് പാണ്ഡ്യാസ് ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടത്തി. അതായത് അന്നുള്ള കവികളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി വന്നിട്ട് അവരുടെ കവിതകളും കഥകളൊക്കെ അവര് അതിൽ പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ 3 സംഗമങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട സാധനങ്ങളാണ് സംഘം ലിറ്ററേച്ചർ ആയിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സംഘം എന്നുള്ളൊരു പേര് വരുന്നത്. കൂട്ടം ചേരുക എന്നുള്ളതാണല്ലോ സംഘം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ മധുരയിൽ 3 സംഗമങ്ങൾ നടത്തുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് സംഘം ലിറ്ററേച്ചർ. ഇത് മിത്തോളജിയാണേ, ഉറപ്പൊന്നുമില്ല. ഒരു സംഘം നടന്നു എന്നുള്ളതിന് മാത്രമേ നമുക്ക് ഹിസ്റ്റോറിക്കലി തെളിവുള്ളൂ. ബാക്കി 2 സംഘം നടന്നോ നടന്നില്ലെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ സംഘം ലിറ്ററേച്ചറിന്റെ ഉള്ളിൽ അവര് പറയുന്നത് ഇത് 3 സംഗമങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്നാ പറയുന്നത്. ഇനി സംഘം ലിറ്ററേച്ചറിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. അത് വലിയ ബുക്കാണ് കേട്ടോ. അതിന് 2 ഗ്രൂപ്പ് ഓഫ് ബുക്സ് ആയിട്ട് തിരിക്കാം. ഒന്ന് തോൽക്കപ്പിയാം എന്ന് പറയുന്ന ബുക്കും പിന്നെ 8 തുകൈ എന്ന് പറയുന്ന ബുക്കും. ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ ഇതിനെ വായിച്ചുകൊണ്ടിരുന്നത് എച്ച് ടോക്കി എന്നായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഏതോ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിയാ പറഞ്ഞു തന്നെ, സാർ അത് എച്ച് ടോക്കി എന്നല്ല 8 തുകൈ എന്നാണ്. 8 ആന്തോളജിയാണ്, 8 സമാഹാരങ്ങളാണ്. 8 ടോക്കി നമ്മൾ ഒറ്റക്ക് വായിക്കുമ്പോ അങ്ങനെയല്ലേ വായിക്കുള്ളൂ. ഇത് ക്ലാസ്സിന് കേൾക്കുന്നില്ലല്ലോ. ഹിസ്റ്ററി ആണെങ്കിലും കോളേജിൽ പോയി പഠിച്ചിട്ടില്ല, അറിയാതെ വീട്ടിൽ എടുത്തുപോയി. പിന്നെ സിവിൽ സർവീസ് സ്വന്തമായിട്ടാണ് പഠിച്ചത്. എനിക്ക് പല വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ തെറ്റാ. ഇനി നിങ്ങൾ അത് പഠിക്കും. ചിലപ്പോ അങ്ങനെ എല്ലാവർക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഞാൻ പഠിച്ച രൂപത്തിലാണ് ഞാൻ പറയുന്നത്, എനിക്ക് എക്സാക്ട്ലി അതിന്റെ എന്താണെന്നുള്ളത് അറിയില്ല. തോൽക്കപ്പിയാം 8 തുകൈ. ഈ തോൽക്കപ്പിയാം എന്ന് പറയുന്നത് തമിഴ് ഗ്രാമറിന്റെ ഏറ്റവും ആദ്യത്തെ ബുക്കാണ്. തമിഴ് ഗ്രാമറിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് തോൽക്കപ്പിയാം എന്ന് പറയുന്ന ബുക്കാണ്. സാൻസ്ക്രിറ്റ് ഗ്രാമറിന്റെ ഏറ്റവും ആദ്യത്തെ മേജർ ബുക്ക് ഏതാ? അല്ലെങ്കിൽ അതിന്റെ ഗ്രാമറൊക്കെ വന്നേക്കുന്നത് ഏത് ബുക്കിൽ നിന്നാ? പാണിനി എന്ന് പറയുന്ന ഒരാളുടെ അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നാണ്. അത് കൾച്ചർ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ആരാന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കും. തോൽക്കപ്പിയമാണ് തമിഴ് ഗ്രാമറിന്റെ ഒരു ഇത്. 8 തുകൈ എന്ന് പറയുന്നത് 8 സമാഹാരങ്ങളാണ്, കമ്പൈലേഷൻ ആണ്, ആന്തോളജി ആണ്. 8 ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ. ഈ 8 എണ്ണത്തില് 5 എണ്ണത്തിന് നമ്മൾ വിളിക്കുന്നത് അകം എന്നും 3 എണ്ണത്തിന് നമ്മൾ വിളിക്കുന്നത് പുറം എന്നുമാണ്. അകം 400 പുറം 400 എന്നൊക്കെ പറയാറുണ്ട്. അകം പോയംസ്, പുറം പോയംസ് എന്ന് പറയും. അകം എന്ന് പറയുന്നത് പ്രണയത്തിനെ പറ്റിയിട്ടും പുറം എന്ന് പറയുന്നത് ഹീറോയിസത്തിനെ പറ്റിയിട്ടുമാണ്. യുദ്ധം, അതേപോലെ തന്നെ പ്രണയം. അപ്പൊ സംഘം ലിറ്ററേച്ചറിന്റെ ഒരു അന്തസത്ത, ഒരു സോൾ എന്ന് പറയുന്നത് വളരെ സെക്കുലർ ആണ്. അതിൽ ദൈവികമായ ചിന്തയെ പറ്റിയിട്ടും ദൈവത്തിനെ പറ്റിയിട്ടും ദൈവത്തിനെ ആരാധിക്കുന്ന രീതികളെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടുള്ള പ്രതിപാദനം പോലും ഇല്ല. കൂടുതലും പറയുന്നത് പ്രണയത്തിനെ പറ്റിയിട്ടും യുദ്ധത്തിനെ പറ്റിയിട്ടുമാണ്. ശരിക്കും തനതായ ദ്രവീഡിയൻ സംസ്കാരത്തിന്റെ ഉള്ളിൽ ദൈവിക ചിന്തയൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ പറഞ്ഞത് പുള്ളി അഗ്നോസ്റ്റിക് ആണ്, എത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഇങ്ങനെ ദ്രവിഡിയൻസിന്റെ ഇടയിൽ ദൈവിക ചിന്ത വളരെ കുറവാകേണ്ടതാണ്. ഇത് ഈ ബ്രാഹ്മണിക്കൽ കൾച്ചർ വന്നതുകൊണ്ട് ആ ദൈവവിശ്വാസം വന്നു ചേർന്നതാണ്. അപ്പൊ നോർത്ത് ഇന്ത്യൻ റിലീജിയസ് ലിറ്ററേച്ചറിനെ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയുടെ സംഘം ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നോർത്ത് ഇന്ത്യയുടെ മിക്ക ബുക്ക് നോക്കിക്കോ, അതെല്ലാം ഒരു റിലീജിയസ് രീതിയിൽ എഴുതിയേക്കുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ ബുക്ക് വേദങ്ങള്, പുരാണങ്ങള്, ഉപനിഷത്ത്, ത്രിപിടകാസ്. ഈവൻ സോക്കോൾഡ് സെക്കുലർ ആയിട്ടുള്ള ബുക്കിന് പോലും ഒരു റിലീജിയസ് പരിവേഷം ഉണ്ടാവും. ഇപ്പം അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് കൗട്ടില്യ എഴുതി.
അതൊരു പൊളിറ്റിക്കൽ തിയറിയാണ് ബേസിക്കലി. രാജ്യം എങ്ങനെ ഭരിക്കണം, രാഷ്ട്രീയം എങ്ങനെയാണെന്ന് പറയുന്ന ബുക്കാണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ പോലും ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിലാണ് എഴുതിയേക്കുന്നത്. രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ വർണ്ണ സിസ്റ്റം നോക്കണം, അങ്ങനെയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നോർത്ത് ഇന്ത്യയിലുള്ള റിലീജിയസ് ലിറ്ററേച്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി സെക്യുലർ ആണ്. ഇനി സൗത്ത് ഇന്ത്യയിലെ സംഘം ലിറ്ററേച്ചറിന്റെ അവശേഷിപ്പുകൾ ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ തമിഴ് ഫിലിംസ് കണ്ടാൽ മതി. തമിഴ് ഫിലിംസിന്റെ ഒരു ബേസിക് സാധനം എന്തായിരിക്കും പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്? ഒന്നെങ്കിൽ രജനീകാന്തിന്റെ പാലഭിഷേകം സിനിമകൾ, അല്ലെങ്കിൽ പഴയ ധനുഷിന്റെയും ചിമ്പുവിന്റെയും സൈക്കോ പ്രണയ സിനിമകൾ. അത് അവിടെ ഇപ്പോഴും വളരെ പോപ്പുലർ ആകാൻ കാരണം എനിക്ക് തോന്നുന്നു, ഇത് ഞാൻ തന്നെ കണ്ടെത്തിയതാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ സംഘം കൾച്ചറും സംഘം ലിറ്ററേച്ചറൊക്കെ സമൂഹത്തിൽ അവരുടെ സംസ്കാരത്തിന് ഇന്ന് സ്വാധീനിക്കുന്നുണ്ടാവും. അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ഈ സൈക്കോ സാധനങ്ങൾ ഇവർക്ക് മാത്രം എങ്ങനെ വന്നു? ഈ പാലാഭിഷേകം ചെയ്യാൻ പോകുന്നതും അല്ലെ, വല്ലാത്തൊരു ഹീറോ കൾട്ട് ഇല്ലേ സൗത്ത് ഇന്ത്യയിൽ? മെയിൻലി ഉള്ളത് അവിടെയാണ് ആ ഹീറോ കൾട്ട് ഉള്ളത്. നോർത്ത് ഇന്ത്യയിലൊന്നും ഇത്ര ഹീറോ കൾട്ട് ഇല്ല. കാര്യം ഇവരാണ് ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തുടക്കം മുതലേ ഈ ഹീറോ വർഷിപ്പ്. ഈ സംഘം ലിറ്ററേച്ചറിൽ മൊത്തം വീരകഥകളൊക്കെയാ. ഏതോ രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്ത് വന്ന് ഇന്ന ആളുകളെയൊക്കെ കൊന്നു. അപ്പം അതിനിങ്ങനെ വാഴ്ത്തിയായിരിക്കാം ചിലപ്പം രജനീകാന്ത് ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കും. പ്രണയം അതെ, ഭയങ്കര സൈക്കിക്ക. പഴയ ധനുഷിന്റെ ഒക്കെ സിനിമയിലുള്ള ധനുഷിന് ഇപ്പൊ എനിക്ക് കാണുമ്പോ പേടിയാവും. പണ്ട് നമ്മൾ വലിയ നല്ല പ്രണയ സിനിമയാണെന്ന് പറഞ്ഞ് കണ്ട സിനിമകളൊക്കെ ഇന്ന് ചിലപ്പോൾ കാണാനേ പറ്റില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫിലിം മേക്കറാണ് ഗൗതം മേനോൻ. ഇന്നും എനിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഇന്ന് ആ സിനിമകൾ എനിക്ക് ഇരുന്ന് കാണാൻ പറ്റാറില്ല കേട്ടോ. അന്ന് വാരണമായിരത്തിലെ സൂര്യൊക്കെ എനിക്ക് വലിയ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ഇന്ന് എനിക്ക് കാണുമ്പോൾ അത് ക്രിഞ്ചാണ്. ശരിക്കും ജീവിതത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ട്രെയിനിൽ പോകുന്നേ നാട്ടിലോട്ട്, ഇങ്ങനെ ഉറങ്ങുക, നിങ്ങളൊരു കണ്ണുറക്കുമ്പോൾ ഒരാളിരിക്കുക, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ കാണിക്കുക. ഗിത്താറൊക്കെ എടുത്ത് പാട്ട് പാടുന്നു, ഷർട്ടൂരി വലിച്ചെറിയുന്നു. രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇയാൾ അന്നിട്ട ഡ്രസ്സിട്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുക ഗിത്താറൊക്കെ പിടിച്ച്. പിന്നെ ഏത് സൈക്കോണെന്നല്ലേ വിചാരിക്കുള്ളൂ. ശരിക്കും അങ്ങനെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വേഗം വീടിന്റെ ഉള്ളിൽ പോയിക്കൊള്ളണം കേട്ടോ. കാര്യം കയ്യിൽ വല്ല പെട്രോളോ മണ്ണെണ്ണയൊക്കെ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇത് ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കോട് കൂടിയിട്ട് ഗൗതം മേനോന്റെ ഫ്രെയിംസ് വരുന്നത് കൊണ്ട് മാത്രം നല്ലതാകുന്ന സംഭവം ടോക്സിക്കും സൈക്കോയും തന്നെയാണ്. അത് സൂര്യ അഭിനയിച്ചാലും ചിമ്പു അഭിനയിച്ചാലും. എനിക്ക് ഇന്ന് ഞാൻ ഈയിടക്ക് എന്റെ പഴയ കൾട്ട് സിനിമയായിട്ടുള്ള വിണ്ണൈത്താണ്ടി വരുവാൻ ഞാൻ കാണാൻ ശ്രമിച്ചു. അന്ന് കൾട്ടായിരുന്നു, ഇന്ന് മലം കൾട്ടായിട്ടുണ്ട്. കാര്യം ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു, അതിന്റെ കല്യാണത്തിന് അവിടെ പോയി നിൽക്കുന്നു, അതിന്റെ കാലിൽ കയറി പിടിക്കുന്നു. എന്ത് ദുരന്താടോ സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇത് KS വന്നൊരു ചോദ്യമാണ്, ഇലൂസിഡേറ്റ് ഓൺ സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ഇലൂസിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചോദ്യം KS വന്നിട്ടുണ്ടായി. ഇതിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തു. പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, മേൽക്കണക്ക് കീഴ്ക്കണക്ക്. എല്ലാം എഴുതണ്ട കേട്ടോ, ഓൾറെഡി നിങ്ങൾ എഴുതിയ കാര്യങ്ങളുണ്ടല്ലോ. അത് KS ആൻസർ എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അന്ന് KS പരീക്ഷയ്ക്കും കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാണിച്ചു. എല്ലാം എഴുതുമായിരിക്കും അല്ലേ? എന്നാലും എന്തെങ്കിലും മിസ്സായാലോ? ഒരു സ്റ്റുഡന്റ് സൈക്കി എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഉണ്ട് കേട്ടോ. അതെനിക്ക് ടീച്ചറായപ്പോഴാണ് മനസ്സിലായത്.
അപ്പൊ നിങ്ങള് ഒരു കാര്യം എഴുതിയെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, ഇങ്ങനെ പറഞ്ഞാൽ മതി. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് എക്സാമിന് ചോദ്യമായിട്ട് വരുന്നുണ്ട്, അടുത്ത കൊല്ലം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പേനൊക്കെ എടുത്ത് എഴുതും. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇങ്ങനെ പറഞ്ഞാലേ എഴുതുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സ്ലൈഡിൽ എന്ത് വന്നാലും എഴുതിയെടുക്കും. അതിപ്പോ വേണോ വേണ്ടെന്നുള്ളതല്ല, അത് എന്താണെങ്കിലും എഴുതും. ഒരു മിസ്സിങ് ഔട്ട് ആയി പോയാലോ, മിസ് ഔട്ട് ആയി പോയി അത് ഇനി മാർക്കിനെ എങ്ങാനും ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അത് ഒരു വെറൈറ്റി ഫീലിംഗ് ആണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നതേ. നമ്മൾ വിചാരിക്കില്ലേ ഇത് ഉറങ്ങുന്നത് മനസ്സിലാവൂല, ഉറങ്ങുന്നതിലെല്ലാം മനസ്സിലാവും. എല്ലാവരും എന്ത് ചെയ്യുന്നതും കാണും. സ്കൂളൊന്നും അല്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ. ചില ക്ലാസ്സിലൊക്കെ പിള്ളേര് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അവിടെ നാണം വരാറുണ്ട്. അവര് വിചാരിക്കും നമ്മൾ കാണില്ല എന്നാ, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് കാണാം എന്താ ചെയ്യുന്നതെന്നുള്ളതൊക്കെ. കഴിഞ്ഞ ഇവിടെ വേറൊരു സ്ഥലത്തൊരു ക്ലാസ്സിൽ ഇത് ഒന്ന് പറയണോന്ന് എനിക്കിങ്ങനെ തോന്നി. അതായത് ഞാൻ കാണുന്നുണ്ട് മക്കളെ, ഒന്നുമില്ലെങ്കിൽ ഞാൻ കാണുന്നില്ലേ, അപ്പൊ നിങ്ങൾക്കൊരു നാണം വേണ്ടേ. ഉറങ്ങുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഉറങ്ങുന്നത് എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടം. ഉറക്കം വന്നാലും ഉറങ്ങാന്നല്ലാതെ ഇപ്പൊ എന്താ ചെയ്യില്ലേ. ഞാനാണ് ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ ഉറങ്ങിയത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒന്ന് രണ്ട് ചോദ്യം ഒന്ന് കാണിച്ചു തരാമേ. ഇത് ഞാൻ കാണിച്ചായിരുന്നില്ലേ ക്വസ്റ്റ്യൻ, അവതരണ ശാതക. കേട്ടത് ഇതെല്ലാം ഉപീന്ദർ സിംഗ് എന്ന് ചോദിച്ചേക്കുന്നതാ. അത് ഉപീന്ദർ സിംഗ് എന്നാണ് ചോദിച്ചതെന്ന് ഞാൻ പറയാൻ കാരണേ, ഉപീന്ദർ സിംഗിന്റെ ആ ഭാഗം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണേ. അപ്പൊ അതില് അവതരണ ശാതക, പിന്നെ ഏതൊക്കെയായിരുന്നു ബുക്ക് ഉണ്ടായിരുന്ന പേരുണ്ടായിരുന്നെ, നെറ്റിപ്പകരണ പരിഷ്ടിപർവൻ, അവതരണ ശാതക, എല്ലാം അടുത്തടുത്ത പേജിലായിട്ട് തന്നെ ഉണ്ട്. തൊട്ടടുത്ത എല്ലാം കിടക്കുന്നത്, ആദ്യ പുരാണ എല്ലാം ഉണ്ട്. അവരവിടെ നിന്നാ ചോദിച്ചേക്കുന്നത്. പോട്ടെ, ഇത് ഒരു പേജാട്ടോ, ഒരു പേജ് ഞാൻ രണ്ടാക്കി ഇട്ടേക്കുന്നതാ. ഈ പേജിൽ നിന്ന് വേറെ ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ഈ ബുദ്ധിസ്റ്റ് സ്കോളേഴ്സിന്റെ ഒക്കെ പേരില്ലേ, ഇതിൽ നിന്നും ആ കൊല്ലം തന്നെ ചോദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. ക്ലാസ്സിൽ അങ്ങനെ എല്ലാം പഠിപ്പിക്കുകയൊന്നുമില്ല കേട്ടോ, അങ്ങനെ പഠിപ്പിച്ചെല്ലാം തീരില്ല. നിങ്ങൾ പഠിക്കണേ ഇതൊക്കെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും പ്രിലിംസിന് മുന്നേ, ഇന്ന സാധനങ്ങൾ പഠിക്കണം, അതിരുന്ന് പഠിക്കണേ. ആ ക്വസ്റ്റ്യൻ, ആര്യദേവ, ദിഗ്നാഗ, നാത്തമുനി, ഇവരൊക്കെ ആരാണ് പോലും. ആ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് എഴുതാൻ നോക്കിയേ. നിങ്ങൾ പറയണേ, അതിന്റെ ഉത്തരം എന്താണെന്ന് പറയണേ. തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പറഞ്ഞാൽ മതി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സംഘം ലിറ്ററേച്ചർ ഇൻ ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സൗത്ത് ഇന്ത്യയെ പറ്റിയിട്ടുള്ള സംഘം ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ള ചോദ്യം എളുപ്പമാണ്. ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തിയാൽ മതിയല്ലോ ശരിയാണെന്ന് തോന്നുന്നത്. ശരിയല്ല എന്നുള്ളതിനെ ഒഴിവാക്കാനും പറ്റിയാൽ മതിയല്ലോ. 1 2 3 1 2 3 4 1 2 3 and 4 അങ്ങനെ ഇല്ലല്ലോ. എല്ലാത്തിനെ പറ്റിയിട്ട് ക്ലാരിറ്റി വേണ്ട. ഒരെണ്ണം ശരിയായത് കണ്ടെത്തിയാൽ ഉത്തരം കിട്ടി. ഞാനിപ്പോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സുഖമായിട്ട് ഉത്തരത്തിലൂടെ എത്തിച്ചേരാൻ പറ്റും. അതും കൂടി ഞാൻ പറയാം. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റായിട്ട് ഡി പറയൂന്ന്. ഇനി വേറെ പറയൂ. ഡി അല്ല. ദൈവിക ചിന്ത വെച്ചിട്ടായിരിക്കുമല്ലോ അത് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാകുക. മാജിക്കലായിട്ടുള്ള ഫോഴ്സസിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവില്ലേ? അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഏതാളുകളുള്ളത്? ഒരു മാജിക്കലായിട്ടുള്ള സാധനത്തെ റാഷണൽ ആണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, മാരണം, ഒടിവെക്കുക, ഇതൊക്കെ പണ്ടേ ഉള്ളതല്ലേ. പക്ഷെ വേറൊന്നും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ട് അതിന്റെ ഉള്ളില്. ഏത്? ബി. വേദിക് സാക്രിഫൈസസ് പാണ്ഡ്യാസ് നടത്തിയെന്നല്ലേ പറഞ്ഞേ?
അപ്പൊ വേദിക് സാക്രിഫൈസസ് നടത്താൻ പറ്റുന്ന ബോധം സൗത്ത് ഇന്ത്യയിൽ വന്നല്ലോ. വേദിക് സാക്രിഫൈസ് നടത്തിയെന്ന് മനസ്സിലാക്കുന്ന സംഘം ലിറ്ററേച്ചറിലൂടെ ആയിരിക്കില്ലേ. അപ്പം അവർക്ക് എന്താണെങ്കിലും ഈ പറയുന്ന വേദങ്ങളെ പറ്റിയിട്ടും വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നുണ്ടാവൂലേ. ബ്രാഹ്മണിക്കൽ കൾച്ചർ ഓൾറെഡി സ്പ്രെഡായി കഴിഞ്ഞല്ലോ. ടഫാണ്, എളുപ്പാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ടഫായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി എന്നുള്ള രൂപത്തിലെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. രണ്ടെണ്ണം എന്താണെങ്കിലും തെറ്റാണ്. സംഘം പോയംസ് ആർ ഡിവോയിഡ് ഓഫ് എനി റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ ആയിട്ടുള്ള കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു റെഫറൻസും ഇല്ല പോലും. പിന്നെ യുദ്ധമൊക്കെ എന്താ, യുദ്ധം പ്രണയമൊക്കെ മെറ്റീരിയൽ കൾച്ചർ അല്ലേ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതല്ലേ. അത് തെറ്റാണ്. സംഘം പോയംസ് ഹാവ് നോ റെഫറൻസ് ടു വാരിയർ എത്തിക്. യുദ്ധമുള്ള സമയത്ത് എന്താണെങ്കിലും യുദ്ധത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഗൈഡ് ലൈൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു പോകണമല്ലോ. ഇത് രണ്ടും ആ രൂപത്തിൽ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടും കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഓൾറെഡി ബ്രാഹ്മണിക്കൽ കൾച്ചർ സ്പ്രെഡ് ആയിട്ടുണ്ട്, വേദിക് സാക്രിഫൈസ് നടത്തിയതൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വർണ്ണ സിസ്റ്റത്തിന്റെ സാധനത്തിനെ പറ്റിയിട്ടും അറിയുന്നുണ്ടാവും. അത് ഉപീന്ദർ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അതേപോലെ കോപ്പി എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. സംഘം പോയിംസ് കണ്ടെയ്ൻ സെവറൽ റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോട്ട് ടു സംഘം പോയിന്റ്. സെയിം സെന്റൻസ് ആണ്, സെന്റൻസ് ബൈ സെന്റൻസ് കോപ്പിയാണ്. ഇവരിങ്ങനെ ഈ ബുക്ക് മാറിയതാണ് കേട്ടോ പിള്ളേർക്ക് ഏൻഷ്യന്റ് പ്രയാസമാകാനുള്ള റീസൺ. കാര്യം നമ്മൾ വായിക്കാത്തൊരു ബുക്കിൽ നിന്ന് ചോദ്യം ഇടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അതിലുള്ള കണ്ടന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. ടീച്ചേഴ്സും കാര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. ഞാനും ഉപീന്ദർ സിംഗിലോട്ട് ക്ലാസ് ഫുള്ള് സ്വിച്ച് ഓൺ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പഠിപ്പിച്ച് തീരില്ല അത്. അപ്പം പ്രിലിംസ് എടുക്കുന്ന സമയത്തുള്ള പ്രിലിംസിന്റെ കുറച്ച് മോഡ്യൂൾ എടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഇതൊക്കെ പറയാന്ന് വിചാരിച്ചിരിക്കുക. ആ സമയത്ത് ക്ലാസ്സിൽ വരണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും കേട്ടോ എക്സാമിന് വേണ്ടിയിട്ട്. സംഘം ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് എ ബിലീഫ് ഇൻ സീക്രഡ് ഓർ മാജിക്കൽ ഫോഴ്സ്. സംഘം പോയംസ് ആർ പെർവേഡഡ് വിത്ത് എ വാരിയർ എത്തിക്. കൃത്യമായിട്ട് അതിന്റെ ഉത്തരവുണ്ട്. ഇത് 2 പേജാണ് ഉപീന്ദർ സിംഗിൽ കൊടുത്തേക്കുന്നത്. ആ 2 പേജിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. അതിന്റെ അടുത്ത വർഷം ആ സെയിം പേജിൽ നിന്ന് തന്നെ അടുത്ത ചോദ്യം എടുത്തു. വട്ടേക്കിരുത്തൽ എന്ന് പറയുന്ന ഒരു വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതും ഇതേ പേജിലുള്ള, ഈ പേജിലല്ല, ഈ 2 പേജിലല്ല, പക്ഷെ ഇതേപോലെ തന്നെ അടുത്ത പേജിലുള്ള ഒരു സാധനമായിരുന്നു. അത് വായിക്കണം എന്ന് എഴുതി വെച്ചേക്ക്. ഈ അറ്റംപ്റ്റിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അറ്റംപ്റ്റ്, അങ്ങനെയാ ചിന്തിക്കേണ്ടത്. നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി മനസ്സിലാക്കണമല്ലോ. നമുക്ക് ഒന്നാമത് നിങ്ങൾക്ക് 200-ൽ 200 മാർക്ക് വേണ്ട, 100 മാർക്ക് മതി. പിന്നെ നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാൻ പറ്റുന്ന അത്രയുണ്ട്, പഠിക്കാൻ പറ്റാത്തതും ഉണ്ട്. അപ്പം ഈ അറ്റംപ്റ്റിൽ സംഘം ലിറ്ററേച്ചർ അല്ല ഉപീന്ദർ സിംഗ് വായിക്കാൻ എന്നതിലൊക്കെ കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ സെലക്റ്റീവ്ലി കുറച്ച് പോർഷൻസ് വായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആർ എസ് ശർമ്മ അത്രമാത്രം തറവായതിനു ശേഷം മാത്രം ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള റെസ്പോൺസ് വെച്ചിട്ട് ആർ എസ് ശർമ്മ നിങ്ങളുടെ അത്ര ക്ലിയർ അല്ല. ഉപീന്ദർ സിംഗ് വായിക്കാനുള്ള ഒരു പഠനം നിങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ നല്ല ബാച്ചാണ് കേട്ടോ. പറയുമ്പോ എല്ലാം പറയണല്ലോ, കുറച്ച് പഠിക്കുന്ന കുട്ടികളുള്ള ബാച്ച്. നമുക്ക് നോക്കാനുള്ളത് ഏൻഷ്യന്റ് ഇന്ത്യയുടെ അവസാനത്തെ മൊഡ്യൂളാണ്. ഗുപ്ത എംപയർ. ഗുപ്ത എംപയർ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ എംപയർ ആണ്. അതായത് ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് ദർ വിൽ ബി ക്രിയേഷൻ ഓഫ് ആൻ ഓൾ ഇന്ത്യ എംപയർ, പിന്നെ ഫ്രാഗ്മെന്റേഷൻ, പിന്നെ ഓൾ ഇന്ത്യ എംപയർ, ഫ്രാഗ്മെന്റേഷൻ, ഓൾ ഇന്ത്യ എംപയർ. ഓൾറെഡി മൗര്യൻ എംപയർ ഉണ്ടായി. പിന്നെ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു മോശം കാലഘട്ടം. പിന്നെ അടുത്തത് വീണ്ടും ഒരു ഓൾ ഇന്ത്യ എംപയറിന്റെ ഫോർമേഷൻ നടക്കുന്ന കാലഘട്ടം. അതിനെയാണ് നമ്മൾ ഗുപ്ത എംപയർ എന്ന് വിളിക്കുന്നത്. പിന്നീട് എന്താവും, വീണ്ടും ഒരു പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ ഗുപ്ത എംപയറിന് ശേഷം നടക്കും. ഗുപ്ത എംപയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ സാമ്രാജ്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ഗുപ്ത എംപയറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എക്സ്റ്റെന്റ് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് അവർ എത്രമാത്രം വ്യാപ്തി കൈവരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യ മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു സാമ്രാജ്യമാണ് എന്ന് പറയാം. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഒരു ഓൾ ഇന്ത്യ എംപയർ ആണ്, ഇന്ത്യ മൊത്തം ഭരിക്കുന്ന ആളുകളാണ്. പിന്നെ ഗുപ്താസിന്റെ ഒറിജിൻ, അതൊക്കെ ഓൾഡ് എൻ സി ആർ ടി ബുക്കിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. എക്സാമിനൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഗുപ്താസ് എന്ന് പറയുന്ന ആളുകളെ പറ്റിയിട്ട് ധർമ്മശാസ്ത്ര ബുക്സിൽ പറയുന്നുണ്ട്. വൈശ്യാസിന്റെ വേറൊരു പേരായിട്ടാണ് അവിടെ ഗുപ്താസിൻ്റെത് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ധർമ്മശാസ്ത്രയില് വൈശ്യ എന്നുള്ളൊരു പേര് യൂസ് ചെയ്യാതെ ഗുപ്ത എന്ന് പറയുന്ന ഒരു പേരാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ പോസിബിളി ഗുപ്താസ് വൈശ്യാസ് ആയിരിക്കാം. വൈശ്യാസ് ആയിട്ടുള്ള ഒരാൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ? അധികാരത്തിൽ വരാം, പക്ഷെ അധികാരത്തിൽ വന്നാൽ ലെജിറ്റിമസി ഉണ്ടാവില്ല, സ്വീകാര്യത ഉണ്ടാവില്ല ആളുകൾക്കിടയിൽ. സ്വീകാര്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്ഷത്രിയന്മാരായേ മതിയാവും. അവർ ക്ഷത്രിയന്മാരാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, ആ സ്വീകാര്യത കൈവരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയോ? നമ്മൾ പോലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സിവിൽ സർവീസ് പഠനം പോലും ഒരു ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ വെറുതെ പറയുന്നത്, അത് നിങ്ങൾ ഈ പെടുന്ന കഷ്ടപ്പാട് പല സോഫ്റ്റ്വെയർ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും സാലറി കിട്ടുന്ന ജോലി നിങ്ങൾക്ക് കിട്ടും. അതല്ല, ലെജിറ്റിമസിയാണ്. നാട്ടിലൊക്കെ ഒരു പേരുണ്ടാകുക, ആളുകൾക്കിടയിൽ സ്വീകാര്യനാകുക. അപ്പൊ ഇവരും ചെയ്യും. നിങ്ങൾ IAS നേടാൻ ശ്രമിക്കുന്നത് പോലെ ഇവരും ഇത് ചെയ്യും. ഇവർക്കും വൈശ്യാസ അധികാരത്തിൽ വരുന്ന സമയത്ത് ക്ഷത്രിയന്മാരാണെന്നുള്ളൊരു പേര് എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മാത്രമേ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുള്ളൂ. ഇവരെന്ത് ചെയ്തു? ആ ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ട് ക്ഷത്രിയ സ്റ്റാറ്റസ് നേടാൻ ശ്രമിച്ചു. ഈ ക്ഷത്രിയ സ്റ്റാറ്റസ് എങ്ങനെ നേടും? എന്താടാ? അങ്ങനെ ചെയ്താലും കിട്ടില്ല. ഇപ്പം അതായത് ഇന്നത്തെ അവസ്ഥയില് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ, അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന സുപ്രീം കോടതി എന്താണോ, അതനുസരിച്ചാണല്ലോ നമ്മുടെ ജീവിതം എല്ലാം പോകുന്നേ. ഫണ്ടമെന്റലി അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ് ആണ്. അതിനെതിരായിട്ട് പൊതുവെ കാര്യമായിട്ടൊന്നും നടക്കാറില്ല. ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അത് വിട്, നടക്കാൻ പാടില്ല തിയററ്റിക്കലി. അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങൾ, ഗവൺമെന്റ് നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത്, ഈവൻ നമ്മുടെ നിങ്ങളുടെ സിവിൽ സർവീസ് പഠിക്കുന്നത് പോലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ? അല്ലേ? UPSC, ഓൾ ഇന്ത്യ സർവീസസ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളല്ലേ? പിന്നെ അതിനെങ്ങനെയാണ് സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അതേപോലെ തന്നെ അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് പകരം അന്ന് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ബുക്കാണ് അന്നത്തെ ആളുകളുടെ ജീവിതത്തിനെ നിർണയിക്കുന്ന ബുക്ക്. ധർമ്മശാസ്ത്രയാണ്. ഇനി അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. അപ്പം ധർമ്മശാസ്ത്രയിൽ പറയുന്നത് ക്ഷത്രിയന്മാരാണെങ്കിൽ മാത്രമേ അധികാരം കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവന്മാരാണെങ്കിൽ വൈശ്യാസാണ്. ഇനി ഇവന്മാര് ക്ഷത്രിയന്മാരാക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാര് വിചാരിക്കണം. ബ്രാഹ്മണന്മാരെ കൊണ്ട് എങ്ങനെ വിചാരിപ്പിക്കും? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇവിടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചെക്ക് ആൻഡ് ബാലൻസിങ്, മറ്റേത് മറിച്ചത്, ഇൻഡിപെൻഡൻസ്, സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ടുള്ള വിട്ടുവീഴ്ചകളും കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതേപോലെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? ബ്രാഹ്മണന്മാരുടെ കയ്യിൽ നിന്ന് ക്ഷത്രിയ സ്റ്റാറ്റസ് വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ബ്രാഹ്മണന്മാർക്ക് അവർ കൊടുത്തൊരു സാധനമാണ് ലാൻഡ് ഗ്രാന്റ്. ലാൻഡ് ദാനമായിട്ട് കൊടുത്തു. വലിയ ലാൻഡ് ആട്ടോ കൊടുക്കുക, ചെറിയ ലാൻഡ് അല്ല. വലിയ ലാൻഡ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ, നിങ്ങൾ ഇവിടെ ടാക്സ് ഒന്നും തരണ്ട. ഒരു ഗ്രാമം അല്ലെങ്കിൽ താലൂക്കൊക്കെ ആയിരിക്കും കൊടുക്കുക, കുഞ്ഞു സ്ഥലമൊന്നും അല്ല. പിന്നീട് ഈ ബ്രാഹ്മണന്മാരുണ്ടല്ലോ, ഈ ലാൻഡ് കിട്ടിയ ബ്രാഹ്മണൻ, ഇത്രയും വലിയ ലാൻഡ് കിട്ടുമ്പോൾ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടാവൂലേ, ആ ആളുകളുടെ മേലേലും ബ്രാഹ്മണന് കൺട്രോൾ ഉണ്ട് കേട്ടോ. ഈ ബ്രാഹ്മണന്മാര് പിന്നീട് നാട്ടുരാജാക്കന്മാരായിട്ടൊക്കെ മാറുന്നതും നാടുവാഴികളായിട്ട് മാറുന്നതും ജന്മിമാരായിട്ടൊക്കെ മാറുന്നതും ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഇന്ത്യയിൽ എങ്ങനെയാ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കയ്യിൽ കൂടുതൽ ലാൻഡ് വന്നത്? ഗുപ്താസ് രണ്ട് രീതിയിൽ ലാൻഡ് കൊടുത്തു. ഒന്ന് ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് കൊടുത്തു, എന്തിനു വേണ്ടിയിട്ട്? അവർ ക്ഷത്രിയന്മാരാണെന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് കൊടുത്ത് സോപ്പിട്ടു. പിന്നെ ക്ഷത്രിയന്മാർക്ക് ഇവർ ലാൻഡ് കൊടുത്തിരുന്നു കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് സാലറി ആയിട്ട് ക്യാഷിന് പകരം ഒരു പെർട്ടിക്കുലർ ഏരിയ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് റവന്യൂ കളക്ട് ചെയ്തോളാൻ പറയും. അങ്ങനെയാണ് ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായത്. കാര്യം ഈ ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണന്മാർക്കും ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു താലൂക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ട് കിട്ടി.
പിന്നെ പതിയെ പതിയെ അത് അവരുടെ രാജ്യമായിട്ട് മാറി. അങ്ങനെയാണ് കുഞ്ഞു 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 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ലാൻഡ് അപ്പർ കാസ്റ്റിന്റെ കയ്യിൽ കൂടുതലല്ലേ ലോവർ കാസ്റ്റിന്റെ കയ്യിനേക്കാളും. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ ഇതാ. ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് രാജാവ് ലാൻഡ് കൊടുത്തപ്പം രാജാവിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് കൂടുതൽ ലാൻഡ് കൊടുത്തു. ആ പ്രിവിലേജ് ആണ് ഇന്നും കാണുന്നത്. അതല്ലാതെ ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്, അതെല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടണ്ടേ? ഒരുപോലെ അല്ലല്ലോ കിട്ടിയേക്കുന്നേ. അത് ആ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷന്റെ ഭാഗമാണ്. ദി കൺസെപ്റ്റ് ഓഫ് ലാൻഡ് ഗ്രാന്റ് ഇന്ത്യയുടെ ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഇൻസിഡൻസിൽ ഒന്നാണ് ലാൻഡ് ഗ്രാന്റ് എന്ന് പറയുന്ന ഇൻസിഡന്റ്. ഞാൻ ഏർലി മിഡീവൽ എടുക്കുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി പറഞ്ഞുതരാം, എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുത്തു, അവിടുന്ന് ടാക്സ് അവർക്ക് കളക്ട് ചെയ്യാം. ഇല്ല, വേറൊരു കാര്യം കൂടി ബ്രാഹ്മണന്മാർ ചെയ്തു കേട്ടോ. ശരിക്കും അവർക്ക് കൃഷി ചെയ്യാൻ പാടില്ല. കാര്യം ബ്രാഹ്മണന്മാർക്ക് ഈ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഈ ചാതുർവർണ്ണ സിസ്റ്റത്തിന്റെ ഉള്ളിൽ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അവർ ചെയ്യേണ്ട ഒക്കുപ്പേഷൻ എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആണ്. ബ്രാഹ്മണന്മാരുടെ ഒക്കുപ്പേഷൻ എന്താ? ടീച്ചിങ്, റിച്വല്, ഇതൊക്കെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. രാജാവിന്റെ ഉപദേഷ്ടാവ്, ഇതൊക്കെ. പിന്നെ ജഡ്ജായിട്ടിരിക്കുക. ശൂദ്രന്റെ ഒക്കുപ്പേഷൻ എന്താ? സ്ലേവ്സ് ആകുക. പിന്നെ മീനിയൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുക. ആരും ചെയ്യാത്ത കുറെ ജോലികളൊക്കെ അവരായിരിക്കും ചെയ്യുക. വൈശ്യാസിന്റെ ജോലിയോ ട്രേഡും അഗ്രികൾച്ചറും. ഇത് രണ്ടും അഗ്രികൾച്ചർ ചെയ്തവര്. ഇവിടെ ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് കിട്ടിയല്ലോ, പക്ഷെ ബ്രാഹ്മണന്മാർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? കൃഷി എന്ന് പറയുന്നത് അവർ ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. അവർക്ക് കൃഷി ചെയ്യിപ്പിക്കാനും പറ്റില്ല. കാരണം കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒന്നും അവർ ചെയ്യാൻ പാടില്ലെന്നാണ് ശരിക്കും ധർമ്മശാസ്ത്ര ബുക്സിൽ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ധർമ്മശാസ്ത്ര ബുക്സിന്റെ ഉള്ളിൽ പുതിയൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അമെന്റ്മെന്റ് എന്നൊക്കെ ഞാൻ പറയുന്നതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആപത്ത് ധർമ്മ എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ട് പോലും. ആപത്ത് സമയത്തുള്ള ധർമ്മം, ആ ധർമ്മം മാറും. അപ്പൊ ഇത് ആപത്ത് ധർമ്മത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്ക് കൃഷി ചെയ്യാന്ന് പറയുന്ന ഒരു അമെന്റ്മെന്റ് ഇവര് ധർമ്മശാസ്ത്രയുടെ ഉള്ളിൽ കൊണ്ടുവന്നു. ഈ ലാൻഡ് ഗ്രാന്റിന്റെ ആ ഒരു സാഹചര്യമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ലാൻഡ് കിട്ടിയല്ലോ, വെറുതെ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ശയന പ്രദർശനം ചെയ്യാൻ പറ്റൂലല്ലോ. കൃഷി ചെയ്യുക, പൈസ ഉണ്ടാക്കാന്നുള്ളതാണല്ലോ. ഇനി അപ്പൊ ലാൻഡ് ഉണ്ട്, അവിടെ ഇവർക്ക് കൃഷി ചെയ്യാം. ഇനി ഇവർ കൃഷി ചെയ്യാനായിട്ട് കലപ്പയായിട്ട് പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കലപ്പൊക്കെ എടുത്തിട്ട് ബ്രാഹ്മണന്മാര് കൃഷി ചെയ്യുമെന്ന്? ഇല്ല. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആളുകളെ വേണം. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോഴേക്കും ശൂദ്രന്മാര് വെറുതെ ഇങ്ങനെ വേറെ ജോലിയൊക്കെ ചെയ്ത് നടക്കണം. അപ്പൊ ശൂദ്രന്മാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം? കൃഷി ചെയ്യിപ്പിക്കാം. ശൂദ്രന്മാർക്ക് കൃഷി ചെയ്യാന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഫഷൻ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഈ ശൂദ്രന്മാര് കൃഷിക്കാരാകുന്നത് ഗുപ്ത പീരീഡ് മുതലാണ്. അതിനു മുമ്പ് അവർ കൃഷി ചെയ്തിട്ടില്ല. ഈ ചാതുർവർണ്ണ സിസ്റ്റം വെച്ചിട്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തേക്കുന്നത്. ഒരിക്കലും ഇന്ത്യയിൽ മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് കാസ്റ്റ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറ്റിയെടുക്കാൻ പറ്റില്ല. മോഡിജിയുടെ ഹിന്ദുത്വ പ്രോജക്റ്റ് ഇല്ലേ, പൊട്ടും, വിജയിക്കില്ലത്. കാര്യം അങ്ങനെ എല്ലാ ഹിന്ദുക്കളും ഒന്നിപ്പിക്കാൻ ഇവിടെ പറ്റില്ല. ഞാനത് കുറ്റായിട്ട് പറയുന്നതല്ല. കാര്യം കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് 3500 വർഷത്തിന് പഴക്കമുണ്ട്. അത്രമാത്രം സൊസൈറ്റിയിൽ എംബഡഡ് ആണ്. എല്ലാ കാര്യവും കാസ്റ്റ് വെച്ചിട്ടാ ഫോം ചെയ്യപ്പെട്ടേക്കുന്നത്. കല്യാണങ്ങള്, ജോലികള്, അത് ഇത് പേരടക്കം. അതെങ്ങനെയാണ് ഒരാൾ വിചാരിച്ചാലും മാറുക? ഇത്രയും നാളത്തെ സംസ്കാരം പെട്ടെന്ന് ഒരാൾ കൊണ്ടുവരുമ്പോൾ മാറ്റാനോ? പിന്നെ അതിന്റെ പേരിൽ വേണമെങ്കിൽ കുറച്ച് മുസ്ലിങ്ങളെ കൊല്ലാനോ പുറത്താക്കാനോ ഒക്കെ പറ്റും. അത് കഴിഞ്ഞാലോ അവിടെ നീ മുസ്ലിങ്ങളെ ക്രിസ്ത്യൻസിനെ ഒക്കെ പുറത്താക്കി കഴിയുമ്പോഴേക്കും ഇവിടെ ഉള്ള എല്ലാ ഹിന്ദുക്കളും സന്തോഷത്തോടെ ജീവിക്കുന്ന വിചാരിക്കുന്നത്. ഞാനെന്തൊരു വർഗീയത പറയുന്ന പോലെ ഉണ്ടല്ലേ? വർഗീയത പറയുന്നല്ല കേട്ടോ, ഇതൊക്കെ ഒരു സോഷ്യൽ ഒബ്സർവേഷൻ മാത്രമാണ്. ഞങ്ങൾ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു SC ഇതിൽപ്പെട്ട ഒരു പയ്യനുണ്ട്. ഭയങ്കര ഇന്റലക്ച്വൽ ആയിരുന്നു. സിവിൽ സർവീസ് കയറിയിട്ട് IAS കിട്ടിയിട്ട് റിസൈൻ ഒക്കെ ചെയ്ത ചെക്കനാണ്. ഭയങ്കര അടിപൊളി ഒരു പയ്യനായിരുന്നു. അപ്പൊ അവൻ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ തമാശയൊക്കെ പറയുമായിരുന്നു, നിങ്ങളുള്ളത് കൊണ്ടാണ് ദളിതന്മാരായിട്ടുള്ള ഞങ്ങൾക്കൊന്നും ഇപ്പൊ വലിയ പ്രശ്നമില്ലാത്തത്. കാരണം നിങ്ങളിപ്പോ തീർത്തിട്ട് ഞങ്ങളെ തീർക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് നല്ല സോഷ്യൽ ഒബ്സർവേഷനാണ്. കാര്യം ഒന്നാമത് ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഹെയ്റ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിനുശേഷം അവര് പോയി ഇനി നമുക്ക് കുത്തിരിപ്പ് നിർത്താം, അങ്ങനെ പറ്റില്ല. അത് കൾച്ചറാണ്, അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. പിന്നെ റിലീജിയൻ ഒന്നും സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയൊരു ഹയറാർക്കി ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള സാധനമല്ല. ഒരു ഹിന്ദു മുസ്ലിമിനെയോ മുസ്ലിം ഹിന്ദുവിനെയോ രണ്ടുപേരും ക്രിസ്ത്യൻസിനോ ക്രിസ്ത്യൻസ് ഇങ്ങോട്ടോ ഇവർ ഞങ്ങളെക്കാളും താഴെയാണെന്ന് കാണുന്നില്ല. ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ കാസ്റ്റിൽ അങ്ങനെയല്ല കേട്ടോ.
കാസ്റ്റിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറയാണേ, അവൾക്ക് കല്യാണമായി. അപ്പൊ കല്യാണം ആയപ്പോഴേക്കും രണ്ട് ഫ്രണ്ട്സിന്റെ അഭിപ്രായം പറയാം. കല്യാണമായി, അപ്പം വീട്ടിൽ കല്യാണം സമ്മതിക്കുന്നില്ല, ആ ചെക്കനായിട്ടുള്ള കല്യാണം സമ്മതിക്കുന്നില്ല. റീസൺ എന്താ അറിയോ? അവൻ നായരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇഴവല്ലേ? അപ്പം സോക്കോൾഡ് കാസ്റ്റ് സിസ്റ്റത്തില് സോക്കോൾഡ് അപ്പർ കാസ്റ്റ് അല്ലേ അവര്? പക്ഷെ ആലപ്പുഴയിൽ അങ്ങനെയല്ലെന്ന്. ആലപ്പുഴയിൽ ഞങ്ങളാണ് മെയിൻ എന്നാ പറയുന്നത്. അവളുടെ കൺസെപ്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാസ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ, അത് വേറെ പല രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ എന്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ്, അവരും എന്തോ ഈഴവെന്തോ ആണ്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, അതേപോലെ കല്യാണം വന്നു, പക്ഷെ ഈ SC ഇതാണ്. അപ്പൊ ഒരു കല്യാണം നടത്തില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു പോലും. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ നടത്താതിരിക്കുന്നത്, അതൊരു കാസ്റ്റ് അല്ലേ? പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ബ്രാഹ്മണന്മാര് നിങ്ങളെ മാറ്റി നിർത്തുന്നതിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു. സങ്കടം ഇവരും അതെല്ലാവരും അത് തന്നെയാ ചെയ്യുന്നേ. അതായത് ഇപ്പം ലോവർ കാസ്റ്റുകാർ അപ്പർ കാസ്റ്റുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അൺടച്ചബിലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇത്രമാത്രം സെക്യുലർ ആയിട്ടുള്ള, ഇത്രമാത്രം മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലും ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടാണ് നടക്കുന്നത്. വളരെ നോർമലാണത്. എന്നിട്ട് ഇതൊന്നും ഇല്ലാത്തൊരു കിനാശീലം ഉണ്ടായേ, അതെങ്ങനെ സ്വിച്ച് ഇടുമ്പോ ഇതെല്ലാവരും കാസ്റ്റ് ഇങ്ങനെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവോ? നടക്കില്ലത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് മാറ്റിയെടുക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെ മാറും എന്നുള്ളത്. ഇനി ഗുപ്താസിന്റെ ആദ്യത്തെ രാജാവിന്റെ പേരാണ്, ആദ്യത്തെ രാജാവല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ രാജാവിന്റെ പേരാണ് ചന്ദ്രഗുപ്ത വൺ. ഫൗണ്ടർ ആരാണെന്നുള്ളതൊന്നും പഠിക്കണ്ട കേട്ടോ. ശ്രീഗുപ്താന്നോ ശ്രീഹർഷാന്നോ അങ്ങനെ എന്തോ അയാളുടെ പേര്, എനിക്ക് ഓർമ്മയൊന്നുമില്ല. അന്ന് UPSC വരില്ല എന്താണെങ്കിലും. ചന്ദ്രഗുപ്ത വൺ എന്ന് പറയുന്ന ആളാണ് ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാവ്. ഹി മാരീഡ് ഫ്രം എ ലിച്ചാവി ഫാമിലി. ഒരു ലിച്ചാവി ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ഈ ലിച്ചാവി എന്ന് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? ബുദ്ധന്റെ അമ്മയുടെ ഫാമിലിയാ, ക്ഷത്രിയന്മാരാണല്ലോ. ക്ഷത്രിയ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുക വഴി ചിലപ്പോൾ വീണ്ടും ഒന്ന് ഉറപ്പിച്ചതായിരിക്കും ആ ക്ഷത്രിയ സ്റ്റാറ്റസ്. ഇദ്ദേഹം അധികാരത്തിൽ വന്നത് 319 320 AD അവിടെ മുതൽ ഗുപ്ത എറ എന്ന് പറയുന്ന ഒരു എറ തുടങ്ങുന്നുണ്ട്. ഓരോ റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണല്ലോ ഓരോ വർഷം തുടങ്ങുക. ഇപ്പം ക്രൈസ്റ്റ് എറ, ക്രിസ്ത്യൻ എറ, കോമൺ എറ എന്നൊക്കെ പറയുന്നത് പോലെ ഗുപ്ത എറ സ്റ്റാർട്ടിങ് ഫ്രം 319 or 320. ഞാൻ രണ്ട് രീതിയിലും ബുക്കിൽ കണ്ടു, അതുകൊണ്ടാണ് 2 വർഷവും കൊടുത്തേക്കുന്നത്. എന്തായാലും അങ്ങനെ തെറ്റിച്ചൊന്നും UPSC ക്വസ്റ്റ്യൻ ചോദിക്കില്ല. 19 തന്നാലും 20 തന്നാലും നിങ്ങൾ ശരിയാണെന്ന് എടുത്തു. എഴുതിയോ? ഇനി അടുത്ത ആളാണ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തയുടെ സമയത്താണ് ഗുപ്താസിന്റെ എക്സ്പാൻഷൻ തുടങ്ങുന്നത്. ഈ സമുദ്രഗുപ്തയുടെ എക്സ്പാൻഷനെ പറ്റിയിട്ട്, പൊളിറ്റിക്കൽ എക്സ്പാൻഷനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട്, ഡേറ്റ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഉണ്ട്. കാര്യം അദ്ദേഹം അലഹബാദില് ഒരു പില്ലറില് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം നേടിയെടുക്കുന്നത്, ഏതൊക്കെ സ്ഥലമാണ് അദ്ദേഹം കീഴടക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമുദ്രഗുപ്തയുടെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതിയേക്കുന്നത് അദ്ദേഹത്തിന്റെ കോർട്ട് പോയിന്റ് ആയിട്ടുള്ള ഹരിസേന എന്ന് പറയുന്ന ഒരാളാണ്. കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഹരിസേന. കോർട്ടിലെ പോയിട്ടാണ്, കവിയാണ്. അദ്ദേഹമാണ് അലഹബാദിലുള്ള പില്ലറില് ഒരു ഇൻസ്ക്രിപ്ഷന്റെ രൂപത്തിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയെ കീഴടക്കിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇത് ഇവിടെയാണ് കേട്ടോ എഴുതിയേക്കുന്നത്, ഈ പില്ലറിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഈ പില്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പില്ലർ പോലത്തെ പില്ലർ കണ്ടിട്ടുണ്ടോ വേറെ എപ്പോഴെങ്കിലും? അത് ഏതാ? അശോകന്റെ പില്ലർ, മൗര്യൻ പില്ലർ.
മൗര്യൻ പില്ലർ തന്നെയാണ്. മൗര്യൻ പില്ലറില് അശോകൻ യുദ്ധം ചെയ്യരുത്, നമ്മൾ നോൺ വയലന്റ് ആകണമെന്നൊക്കെ പറയുന്നതിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് രാജ്യം കീഴടക്കിയതെന്ന് എഴുതി വെച്ച സൈക്കോയാണ് ഇങ്ങനെ. സെയിം പില്ലർ തന്നെ, സെയിം പില്ലറിൽ തന്നെ രണ്ടാളുകളുടെ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അശോകന്റെ ബെറി ഘോഷിൽ നിന്ന് ധർമ്മഘോഷിയിലോട്ട്. ആ ഇൻസ്ക്രിപ്ഷൻ അല്ല, വേറെന്തോ ഇൻസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ധർമ്മ നോൺ വയലൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പണിത പില്ലറിന്റെ മേലെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്, ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, താങ്കൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തു. പണ്ട് ശാന്തിനികേതനിൽ ഒരു കുട്ടി ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പം ടാഗോറും ഉണ്ട് ഗാന്ധി ഉണ്ട്, രണ്ടാളുകളുണ്ട് അവിടെ. അപ്പൊ ആദ്യം ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങി. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു, സ്നേഹപൂർവ്വം എന്നൊക്കെ എഴുതുന്നത് പോലെ ഒരു ഉപദേശം കൂടി കൊടുത്തു. നിങ്ങള് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോമിസിനെ ഒരിക്കലും ഭേദിക്കാൻ പാടില്ല, അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പൊ ടാഗോർ ആണല്ലോ അടുത്ത സൈൻ ചെയ്യേണ്ടതാണ്. ടാഗോർ ഇത് വായിച്ചു ആദ്യം, ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. പ്രോമിസ് ബ്രേക്ക് ചെയ്യരുത്. ടാഗോർ അതിന്റെ ഇപ്പുറത്ത് എഴുതി വെച്ചു, പ്രോമിസ് ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ പ്രോമിസ് ബ്രേക്ക് ചെയ്യുക. ടാഗോർ ഒപ്പ്. അതേപോലെയാണ് ഈ പില്ലറിന്റെ അവസ്ഥ. നേരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. പ്രോമിസ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ എന്താ ഇപ്പൊ ചെയ്യല്? പ്രോമിസ് ബ്രേക്ക് ചെയ്യാന്നല്ലാതെ ഞാൻ വാക്ക് കൊടുത്തു പോയി, വാക്കാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? പറ്റാത്ത കാര്യമാണെങ്കിൽ എടാ ഞാൻ ഇങ്ങനെ അന്ന് പ്രോമിസ് ചെയ്തിരുന്നു, അതായിരുന്നു എന്റെ അവസ്ഥ അന്നത്തത്, പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റില്ല ചെയ്യാനായിട്ട് എന്ന് പറയുന്നല്ലേ നല്ലത്. കുറച്ചും കൂടി പ്രാഗ്മാറ്റിക് ആകണ്ടേ? ഗാന്ധി ഒരു ഐഡിയോളജിക്കൽ മണ്ടനാണെന്നാ ടാഗോർ പറഞ്ഞത്. മറ്റേ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ചർക്കയിൽ നൂല് നെയ്യണോന്ന് പറഞ്ഞല്ലോ. ടാഗോറിന് ദേഷ്യം പിടിച്ചു എന്നാ പറഞ്ഞത് കേട്ടിട്ട്. ഇയാൾ എന്തൊക്കെയാ അവിടെ കാണിക്കുന്നത്? ചർക്കയിൽ നൂല് നെയ്യുന്നതുകൊണ്ട് എങ്ങനെയാ ഫ്രീഡം കിട്ടുന്നത്? ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും ഇന്ത്യക്കാർ പോകരുതെന്നാ പറഞ്ഞത്. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞപ്പോ കുറച്ച് കടുപ്പം കൂടുന്നതാണ് കേട്ടോ, ഇത്ര ബ്രൂട്ടലായിട്ടല്ല പറഞ്ഞത്. പക്ഷെ അതൊരു ഫൂളിഷ്നെസ് ആണെന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത്. നൂല് നെയ്യ പോലും. ഇനി ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ, സമുദ്രഗുപ്തയുടെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ നമുക്ക് മനസ്സിലാവുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. ഇതില് ഇദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. അതായത് ആദ്യം മഗധ, പാടലിപുത്രയാണ് ഇവരുടെ ക്യാപിറ്റല്. അത് മഗധൻ എംപയർ മുതൽ മൗര്യൻസ് മുതൽ ഇങ്ങോട്ട് പിന്നെ എല്ലാ മേജർ എംപയേഴ്സിന്റെയും പാടലിപുത്ര തന്നെയാണ് ക്യാപിറ്റല്. ആദ്യം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുക, ഇവിടെ ഉള്ള എനിമീസിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു സ്ട്രോങ് രാജ്യമാക്കി മാറ്റുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിൽ അതിന് പുറത്തുള്ള ഏരിയാസും കൂടിയിട്ട്, അതായത് ഗംഗാ യമുന റീജിയൻ, പിന്നെ ബംഗാൾ, ബീഹാർ, ആ ഒരു ബേസിൻ കൂടി കംപ്ലീറ്റ്ലി കൺട്രോളിൽ കൊണ്ടുവരിക. ഇത്രയും ഏരിയാസ് ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും, പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും. ബാക്കി സ്ഥലങ്ങള് ഇതിനൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ 3 സ്ഥലങ്ങളിലും അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഡിഡിൻ ബ്രോഡ് ദീസ് ഏരിയാസ് അണ്ടർ ഡയറക്റ്റ് കൺട്രോൾ. ഡയറക്റ്റ് കൺട്രോൾ അദ്ദേഹം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇൻഡയറക്റ്റ് കൺട്രോളേ ഉള്ളൂ. ഇൻഡയറക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇൻഡയറക്റ്റ് കൺട്രോള്? പണ്ട് അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവിടെ ഓൾഡ് റൂളേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഓൾഡ് റൂളേഴ്സ് വെർ അലൗഡ് ടു റൂൾ. അവര് റൂൾ ചെയ്യാനായിട്ട് അവര് വീണ്ടും അനുവദിച്ചു. നിങ്ങൾ റൂൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പകരം എന്താവശ്യപ്പെട്ടിട്ടുണ്ടാവും? റൂൾ ചെയ്യുന്നതിന് പകരമായിട്ട് ടാക്സ്, ഷെയർ ഓഫ് റവന്യൂ, റവന്യൂയുടെ ഒരു ഷെയർ അയച്ചു കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ റീഫോം. രണ്ടാമതായിട്ട് അക്സെപ്റ്റൻസ് ഓഫ് സോവറിനിറ്റി. സോവറിനിറ്റിനെ അംഗീകരിക്കണം കേട്ടോ, പരമാധികാരത്തിന് അംഗീകരിക്കണം. അല്ലാതെ വെറുതെ ഭരിച്ചാൽ മാത്രം പോരാ, സാധാ നാട്ടുരാജാവാണ് മെയിൻ രാജാവ്, ഗുപ്ത രാജാവാണെന്നുള്ളത് അംഗീകരിക്കണം. ഞാൻ എന്റെ കൂട്ടത്തില് ഒരു പെൺമോളെ കൂടി അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു, അത് എഴുതി വെക്കണ്ട, പക്ഷെ പറഞ്ഞിരുന്നു. കല്യാണം പോലും കഴിക്കാതെയാണ് ഇയാള് ഈ തോൽപ്പിച്ച രാജാവിന്റെ ഒരു മകളെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയത്.
മ്ലേച്ഛനല്ലേ? പണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് ചിന്തിക്കരുത്. പണ്ട് രാജാക്കന്മാര് പെൺമക്കൾ ഉണ്ടാക്കുന്നത് പോലും സ്വയംവരം നടത്താൻ വേണ്ടിയിട്ടാണ്. എടി അതിൽ മിൽട്ടൺ എന്നാണോ എഴുതിയേക്കുന്നത്? അപ്പം ഈ രൂപത്തിലാണ് സമുദ്രഗുപ്തയുടെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്റ്റേറ്റുകളെ വിളിക്കുന്ന പേരാണ് വാസൽ സ്റ്റേറ്റ്. വാസൽ സ്റ്റേറ്റ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് അദ്ദേഹത്തിന് കീഴിലുള്ള ഡയറക്റ്റ് കൺട്രോളിലുള്ള സ്റ്റേറ്റ്. അവിടെ അദ്ദേഹം തന്നെയാണ് ഭരണം നടത്തുന്നത്. ഞാനിങ്ങനെ കുത്തിവരിച്ചിട്ടേക്കുന്ന സ്ഥലം. രണ്ട് സ്റ്റേജിലായിട്ട് അവിടെ അദ്ദേഹം ഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുവന്നു. ബാക്കി സ്ഥലങ്ങൾ അതിന് അദ്ദേഹം പിന്നീടാണ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്തപ്പോഴും അതിനെ ഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുവരാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. വേസൽ സ്റ്റേറ്റ് എന്ന് അതിനെ വിളിക്കുക. ചില സമയത്ത് രാജാവ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ ആകണം. എല്ലാ സ്ഥലവും ഞാൻ തന്നെ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും എന്നൊക്കെ വിചാരിക്കാതെ തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യാം. ചില സമയത്ത് ഡയറക്റ്റ് കൺട്രോൾ ഇന്ന ഏരിയനെ കൊണ്ടുവരണം എന്നുള്ള പിടിവാശി കാരണം ചില രാജാക്കന്മാർ ഇന്ത്യയിൽ പരാജയപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അശോകനല്ല, ഔറംഗസീബ്. മറാഠാസിനെ ഞാൻ എന്താണെങ്കിലും തോൽപ്പിക്കും, എന്റെ ആവശ്യമില്ല, അവരവിടെ ഭരിച്ചോട്ടെ, അതങ്ങ് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഫുൾ ക്ലാസ് പോലും വേണ്ട, ആക്ച്വലി ഒരു മണിക്കൂർ മതി. ഈ പോർഷൻ തീരും, നമ്മുടെ ഏൻഷ്യന്റ് തീരും.